السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇൻഷാ അല്ലാഹ് നാം ഇപ്പോൾ വായിക്കുന്നത് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് തന്റെ മകന് നൽകിയ ഒരു നസീഹത്ത്, ഒരു കത്ത്. അതിന് അദ്ദേഹം പേര് നൽകിയത് ലഫ്തത്തുൽ കബിദ് ഇലാ നസീഹത്തുൽ വലദ്. ഒരു പിതാവിന്റെ ഉള്ളിൽ തട്ടിയിട്ടുള്ള മകന്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതുന്ന ഒരു നസീഹത്ത് എന്നതാണ് അദ്ദേഹം ഈ റിസാലയായിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ എഴുത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ഹിജ്റ 509 10 ആണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബുൽ ഫറജ് ജമാലുദ്ദീൻ അബ്ദുറഹ്മാൻ ഇബ്നു അലി ഇബ്നു മുഹമ്മദ് ഇബ്നു അലി ഇബ്നു ഉബൈദില്ലാഹ് ابن الجوزي القرشي التميمي البكري من بني محمد بن أبي بكر الصديق البغدادي الحنبلي. ബഗ്ദാദുകാരനാണ്, ഹംബലി ഫിഖ്ഹിൽ പണ്ഡിതനാണ്. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലുള്ള വ്യക്തിയുമാണ്. ഹിജ്റ 597 അദ്ദേഹം മരണപ്പെടുന്നത്. ഇൽമിന്റെ ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതനാണ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ്. ധാരാളം കിതാബുകൾ രചിച്ചിട്ടുള്ള ഇമാം ദഹബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്, അദ്ദേഹത്തിന്റെ അത്ര കിതാബ് രചിച്ച ഒരാളെയും എനിക്കറിയില്ല എന്നാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലൊരു വ്യക്തി ഇനി ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എന്നെല്ലാം ദഹബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ 1000 കിതാബുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷവും അദ്ദേഹത്തിന്റെ കിതാബുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഏതെങ്കിലും ഒരു ഫന്നിൽ, ഇൽമിന്റെ ഏതെങ്കിലും ഒരു ഫന്നിൽ മാത്രം കേന്ദ്രീകരിച്ച ഒരാളല്ല. അദ്ദേഹത്തിന് തഫ്സീറുണ്ട്, ഹദീസിന്റെ വിഷയത്തിൽ കിതാബുകളുണ്ട്, ഫിഖ്ഹിന്റെ കിതാബുകളുണ്ട്, ലുഗയിൽ കിതാബുകളുണ്ട്, വഅളുകളും തദ്കീറുകളുമായിട്ടുള്ള ധാരാളം കിതാബുകളുണ്ട്. എല്ലാ ഫന്നിലും കഴിവ് തെളിയിച്ചിട്ടുള്ള വലിയ ബറക്കത്ത് ലഭിച്ച ഒരു പണ്ഡിതനാണ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ മകനായ അബുൽ ഖാസിം ബദറുദ്ദീൻ അലി എന്ന മകൻ, ആ മകൻ ആദ്യകാലത്ത് പഠനം തുടങ്ങുന്ന ആ കാലത്ത് മകൻ ദീന് പഠിക്കാൻ താല്പര്യം കാണിച്ചിരുന്നു, അങ്ങനെ ആളുകളെ ഉപദേശിക്കാൻ താല്പര്യം കാണിച്ചിരുന്നു, അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ആ മകൻ തൊലബുൽ ഇൽമിൽ നിന്ന്, അറിവ് നേടുന്നതിൽ നിന്നും ദീനിനെ മുറുകെ പിടിക്കുന്നതിൽ നിന്നെല്ലാം അശ്രദ്ധയിലായപ്പോൾ, ചീത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ടപ്പോൾ, ഗഫ്ലത്തിലായപ്പോൾ ആ മകനു വേണ്ടി അദ്ദേഹം എഴുതിയ നസീഹത്താണ് ഈ കത്ത്. പ്രത്യേകിച്ച് ഒരു ത്വാലിബുൽ ഇൽമിനും അതുപോലെ തന്നെ ഓരോ മുഅ്മിനിനും വളരെയധികം ഉപകരിക്കുന്ന, ജീവിതത്തിൽ സഹായകമാകുന്ന നിർദ്ദേശങ്ങളാണ് അദ്ദേഹം ഈ കത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പക്ഷേ ഈ അബുൽ ഖാസിം, അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹം പിന്നീട് ഒരു ഇസ്തിഖാമത്തിലേക്ക്, ദീനിന്റെ നേരെ ചൊവ്വയുള്ള പാതയിലേക്ക് എത്തുകയുണ്ടായില്ല. മകനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നത് വരെ എത്തുന്ന അവസ്ഥയിലാണ് ഉണ്ടായത്. പക്ഷേ അദ്ദേഹത്തിന് ശേഷം പിന്നീട് ഒരു മകൻ, ഈ കത്ത് എഴുതിയതിനു ശേഷം ഒരു മകൻ ജനിക്കുകയുണ്ടായി ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ്. യൂസുഫ് മുഹ്യുദ്ദീൻ എന്നു പേരുള്ള മകൻ. ആ മകൻ
ഈ കത്തിൽ എന്താണോ ഉൾക്കൊണ്ടിട്ടുള്ളത് അത് ജീവിതത്തിൽ അമലാക്കുകയും വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഇമാമായി മാറുകയും ചെയ്തു. മകനായ യൂസുഫിനോടൊപ്പം അദ്ദേഹത്തിന്റെ 80-ാം വയസ്സിലും പല കിതാബുകൾ വായിക്കുകയും അതുപോലെ തന്നെ പഠിക്കുകയും ചെയ്തിരുന്നു ഇബ്നു ജൗസി റഹിമഹുള്ള. ആ മകനോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്ത വിഷയങ്ങൾ മാത്രം അദ്ദേഹം അൽ മജാലിസുൽ യൂസുഫിയ്യ എന്ന പേരിൽ ഒരു കിതാബായിട്ട് എഴുതിയിട്ടുണ്ട്. വളരെയധികം അറിവുള്ള ഇൽമിന്റെ ലോകത്ത് ശ്രേഷ്ഠനായ പണ്ഡിതനാണ് ഇബ്നു ജൗസി റഹിമഹുള്ള. അദ്ദേഹത്തിന്റെ ഈ ചെറിയ റിസാല ലഫ്തത്തുൽ കബിദ് ഇലാ നസീഹത്തുൽ വലദ് എന്നുള്ളത് നാം വായിക്കുകയാണ്. നമ്മൾ വലിയൊരു വിശദീകരണം ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരെയും വിശദീകരിക്കണമെങ്കിൽ വിശാലമായി വിശദീകരിക്കാവുന്ന ഒരു റിസാലയാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരെയും ഒരു ഓർമ്മപ്പെടുത്തുക, പ്രത്യേകിച്ച് തുല്ലാബുകളെ ഇൽമിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്കാണ് നാം ഇത് വായിക്കുന്നത്. അദ്ദേഹം ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതൊരു എഴുത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചിരുന്നത് ബസ്മല കൊണ്ടാണ്. അതുകൊണ്ട് ആ സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് അദ്ദേഹം എഴുതി വബിഹി നസ്തഈൻ, അല്ലാഹുവിനെ കൊണ്ട് സഹായം തേടുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു അൽഹംദുലില്ലാഹില്ലദീ അൻശഅൽ അബൽ അക്ബറ മിൻ തുറാബ്. അല്ലാഹുവിന് സ്തുതി, നമ്മുടെ ഏറ്റവും വലിയ പിതാവിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച അല്ലാഹുവിന് സ്തുതി, അഥവാ ആദം നബി അലൈഹിസ്സലാമിനെ. വഖറജ ദുരിയതഹു മിനത് തറായിബി വൽ അസ്ലാബ്. ആ മനുഷ്യന്റെ മക്കളെ പിന്നീട് അദ്ദേഹത്തിന്റെ വാരിയെല്ലിന്റെയും നടുവെല്ലിന്റെയും ഇടയിൽ നിന്ന് സൃഷ്ടിച്ച ഖുർആൻ വന്നിട്ടുള്ളതാണ്. വഅവദൽ അശായിറ ബിൽ ഖറാബതി വൽ അൻസാബ്. പരസ്പരം കുടുംബ ബന്ധങ്ങൾ അത് വെക്കുകയും ചെയ്ത അല്ലാഹുവിന് സ്തുതി. വഅൻഅമ അലയ്യ ബിൽ ഇൽമി വഇർഫാനിസ് സവാബ്. എന്റെ മേലെ ഇൽമു കൊണ്ടും അതുപോലെ ശരി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകിയും അനുഗ്രഹം ചൊരിഞ്ഞ. വഅഹ്സന തർബിയതി ഫിസ് സിബാഹ്. ചെറുപ്പത്തിൽ തന്നെ എന്നെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന. വഹഫിളനി ഫിസ് ശബാബ്. എന്റെ യുവത്വത്തിൽ എന്നെ കാത്തു സംരക്ഷിച്ച. ഒരു മനുഷ്യൻ ഏറ്റവും അധികം തിന്മകളിലേക്ക് ചായഞ്ഞു പോകുന്ന, താല്പര്യപ്പെട്ടു പോകുന്ന പ്രായമാണെന്ത്? യുവത്വം. അവിടെ എന്നെ സംരക്ഷിച്ച. വറസഖനി ദുരിയതൻ അർജൂ ബിവുജൂദിഹിം മുഫൂറ സവാബ്. എനിക്ക് മക്കളെ നൽകിയ അല്ലാഹുവിന് സ്തുതി. ആ മക്കളെ കൊണ്ട് ഞാൻ അല്ലാഹുവിൽ നിന്ന് വലിയ പ്രതിഫലം പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം സൂറത്ത് ഇബ്രാഹിമിലെ 40-41 ആയത്ത് എഴുതുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബന ഇഗ്ഫിർലി വലിവാലിദയ്യ വലിൽമുഅ്മിനീൻ യൗമ യഖൂമുൽ ഹിസാബ്. അല്ലാഹുവേ, എന്റെയും എന്റെ സന്താനങ്ങളെയും നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണമേ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണമേ. അതുപോലെ തന്നെ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും അന്ത്യനാളിൽ പാപങ്ങൾ പുറത്തു നൽകണമേ എന്നുള്ള ദുആ എഴുതുകയുണ്ടായി. നാം ഓരോരുത്തരും ഇത് കേൾക്കുമ്പോൾ ശരിക്കും നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാളായിരിക്കും നമ്മുടെ പിതാവ് ദുനിയാവിൽ. അപ്പൊ പിതാവ് നമ്മളോട് നൽകുന്ന ഒരു നസീഹത്ത് പോലെ, അല്ലെങ്കിൽ നാം നമ്മുടെ മക്കൾക്ക് നൽകേണ്ട ഒരു നസീഹത്ത് പോലെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ റിസാലയിൽ പറയുന്നത്. അമ്മാ ബഅദ്, അദ്ദേഹം പറയുകയാണ് فإني لما عرفت شرف النكاح وطلب الأولاد ختمت ختمة. എനിക്ക് നിക്കാഹിന്റെ ശ്രേഷ്ഠതയും അതുപോലെ കുട്ടികൾ ഉണ്ടാവുക എന്നതിന്റെ മഹത്വവും മനസ്സിലായപ്പോൾ ഞാൻ ഖുർആൻ മുഴുവൻ ഒരു ഖത്തം തീർത്തു, ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തു. വസഅൽതുല്ലാഹ തആല അൻ യർസുഖനി 10 ഔലാദിൻ. എന്നിട്ട് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, എനിക്ക് 10 മക്കളെ നൽകണമെന്ന്. നമുക്കറിയാം, നിക്കാഹ് എന്നുള്ളത് ഒരു മനുഷ്യന്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്, അവന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നാളെ ഖബറിൽ അവന് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി മാറുന്ന, ഒരു അമലു സാലിഹായി മാറുന്നതാണ് സന്താനങ്ങൾ. അപ്പൊ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലായപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഒരു വസീലയായിട്ട് എന്തു ചെയ്തു? ഖുർആൻ പാരായണം ചെയ്തു. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് കൂടുതൽ ഉത്തരം ചെയ്യാൻ സഹായകമാകുന്നതാണ്. അദ്ദേഹം ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു, എനിക്ക് 10 മക്കളെ നൽകണമെന്ന് തേടി. ഫറസഖനീഹിം, എനിക്ക് 10 മക്കളെയും അല്ലാഹു തആല നൽകി. ഫകാനു 5 ദുകൂരിൻ വ5 ഇനാഥിൻ. അതിൽ 5 ആൺമക്കളും 5 പെൺമക്കളുമാണ് എനിക്ക് ജനിച്ചത്. ഫമാത മിനൽ ഇനാഥി 2. അതിൽ 2 പെൺകുട്ടികൾ എന്തായി? മരണപ്പെട്ടു. വമിനൽ ദുകൂരി 4.
മക്കളിൽ 4 ആളും മരണപ്പെട്ടു. ഫലം യബ്ഖ മിനദ്ദുകൂരി സിവാ വലദി അബുൽ ഖാസിം, എന്റെ മകൻ അബുൽ ഖാസിം അല്ലാതെ മറ്റൊരാളും ആൺകുട്ടികളിൽ ബാക്കിയുണ്ടായിരുന്നില്ല. ഫസഅൽതു അല്ലാഹ തആല അയജ്അല ഫീഹിൽ ഖലഫസ് സാലിഹ്, ഞാൻ അല്ലാഹുവിനോട് തേടി എനിക്ക് ശേഷം സാലിഹായിട്ടുള്ള ഒരു പിൻഗാമിയായി ഈ മകനാകണമെന്ന്. വഅയ്യുബല്ലിഗ ബിഹിൽ മുനാ വൽ മനാജിഹ്, ആ മകനെ കൊണ്ട് എന്റെ ലക്ഷ്യങ്ങൾ അതുപോലെ എനിക്ക് ഒരു വിജയമായിട്ട് ഇവിടെ ഉണ്ടാകണമെന്ന്, അത് പൂർത്തീകരിക്കാൻ സാധിക്കണമെന്ന് തേടി. ثم رأيت منه نوع توان عن الجد في طلب العلم, പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മകനിൽ ഞാൻ എന്ത് കണ്ടു? ഇൽമു നേടുന്നതിൽ ഒരു അലസത കണ്ടു. അവൻ അതിനോടൊരു മടുപ്പ് കാണിക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. فكتبت له هذه الرسالة, അവന് ഞാൻ ഈ കത്തെഴുതി. അഹസ്സുഹു ബിഹാ, ആ ത്വലബുൽ ഇൽമിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി. വഉഹദ്ദിഖുഹു അലാ സുലൂകി ത്വരീഖി ഫീ കസ്ബിൽ ഇൽം, ഇൽമു നേടുന്നതിൽ ഞാൻ എങ്ങനെയാണോ എന്റെ ജീവിതം നയിച്ചത് അതുപോലെ അവനും നയിക്കണമെന്നതിന് പ്രേരണ നൽകാൻ, അവനെ ഒന്ന് അതിനുവേണ്ടി പ്രേരിപ്പിക്കാൻ ഞാനിത് എഴുതി. വഅദുല്ലുഹു അലൽ ഇൽതിജാഇ ഇലൽ മുവഫ്ഫിഖി സുബ്ഹാനഹു വതആല, അല്ലാഹുവിലേക്ക് മുവഫ്ഫിഖായിട്ടുള്ള തൗഫീഖ് നൽകുന്ന അല്ലാഹുവിലേക്ക് മടങ്ങാൻ പ്രേരണ നൽകുന്ന അറിയിക്കുന്നതായിട്ട്. മാ ഇൽമി ബിഅന്നഹു ലാ ഖാദില ലിമൻ വഫ്ഫഖ, എന്റെ പൂർണ്ണമായ അറിവോടുകൂടി. എന്താണ് അറിവ്? അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് തൗഫീഖ് നൽകിയാൽ ആ തൗഫീഖ് ഇല്ലാതാക്കാൻ, അവനെ അതിൽ നിന്ന് തെറ്റിക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. പലപ്പോഴും ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് പറയാണ് വലാ മുർഷിദ ലിമൻ അദല്ല, പിഴച്ച ഒരാളെ നേർമാർഗത്തിലാക്കാനും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ആർക്കും സാധിക്കില്ല. ഇന്ന് പ്രത്യേകിച്ച് പലരും മക്കളുടെ വിഷയത്തിൽ വളരെയധികം ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ന് ലോകത്ത് ഇത്രയധികം ഫിത്നകളുള്ള ഈ ലോകത്ത് എങ്ങനെയാണ് എന്റെ മക്കളെ ഞാൻ വളർത്തുക, വളരെയധികം പേടിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഉൾപ്പെടെ ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് ഓരോരുത്തരുടെ ഉള്ളിലുമുള്ള ഒരു ഭയമാണ്. അപ്പൊ അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഉണ്ടാകേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്തിന് തൗഫീഖ് കൊടുത്താൽ അവനെ പിഴപ്പിക്കാൻ ഈ ലോകത്ത് എല്ലാവരും കൂടി ഒരുമിച്ചാലും സാധിക്കില്ല. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾ പിഴക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഈ ലോകത്ത് എല്ലാവരും കൂടി ശ്രമിച്ചാലും അവന് നേർമാർഗത്തിലേക്ക് എത്തിക്കാനും സാധിക്കില്ല. അപ്പൊ ആ വിശ്വാസത്തോടു കൂടി ഇത് എഴുതുകയാണ് എന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയാൻ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ചിന്തയാണ്. ലാകിൻ ഖദ് ഖാല തആല, ആ ബോധമുണ്ടായിട്ടും ഞാനിത് എഴുതുന്നത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അസ്റിൽ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, പരസ്പരം ഉപദേശിക്കണം, സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിക്കണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വഖാല, അതുപോലെ അല്ലാഹു തആല സൂറത്തുൽ അഅല അതിൽ പറഞ്ഞു ഫദക്കിർ ഇൻ നഫഅതി ദിക്റ, നീ ഓർമ്മപ്പെടുത്തുക, ആ ഓർമ്മപ്പെടുത്തൽ ഉപകാരപ്പെട്ടേക്കാം, അത് ഉപകാരമുണ്ടായേക്കാം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ഒരു കഴിവുമില്ല ഒരു ശക്തിയുമില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. എന്നിട്ട് പറയുകയാണ് ഷെയ്ഖ്, മകന് ഇതൊരു ആമുഖമായിട്ട് എഴുതിയതാണ്, ഇത് റിസാലയാക്കിയപ്പോൾ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇഅ്ലം, അറിയുക, യാ ബുനയ്യ, എന്റെ മോനെ നീ അറിയുക, വഫഖക അല്ലാഹു ലിസ്സവാബ്, അല്ലാഹു നിനക്ക് ശരിയിലേക്ക് തൗഫീഖ് നൽകട്ടെ, സത്യത്തിലേക്ക് തൗഫീഖ് നൽകട്ടെ. അന്നഹു ലം യതമയ്യസുൽ ആദമിയ്യു ബിൽ അഖൽ ഇല്ലാ ലിയഅമല ബിമുഖ്തലാഹു, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് പ്രത്യേകമാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ബുദ്ധി കൊണ്ടാണ്, ചിന്തിക്കാനുള്ള കഴിവ് കൊണ്ടാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ലിയഅമല ബിമുഖ്തലാഹ്, അതുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കപ്പെടുന്നത് അതനുസരിച്ച് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബുദ്ധി ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് അവൻ ചിന്തിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് കർമ്മം ചെയ്യാൻ വേണ്ടി കൂടിയാണ്. ഫസ്തഹ്ദിർ അഖ്ലക്, നിന്റെ ബുദ്ധിയുടെ കാര്യത്തിൽ നീ ശ്രദ്ധ കൊടുക്കുക. വഅമിൽ ഫിക്റക്, നീ ചിന്തിക്കുക. വഖ്ലു ബിനഫ്സിക്, അതിനുവേണ്ടി നീ ഒഴിഞ്ഞു നിൽക്കുക. നിന്റെ ചിന്ത, ബുദ്ധി നീ ഉപയോഗിക്കണം, നീ ചിന്തിക്കണം. ചിന്തിക്കാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അവനെന്നും ഇരുട്ടിൽ തപ്പിത്തടയുന്ന ഒരാളെ പോലെ ആയിരിക്കും. ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാൻ അവന് സാധിക്കില്ല. മനുഷ്യനെ മറ്റുള്ളതിൽ നിന്നെല്ലാം ഇക്റാം ചെയ്തിട്ടുള്ള കാര്യം അവന്റെ ബുദ്ധിയാണ്, അവന്റെ വിവേകമാണ്, അത് ഉപയോഗിക്കണം. തഅലമു ബിദ്ദലീലി അന്നക മഖ്ലൂഖുൻ മുകല്ലഫുൻ, നീ അറിയണം, മനസ്സിലാക്കണം, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നീ ഒരു സൃഷ്ടിയാണ്, വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സൃഷ്ടിയാണെന്ന് നീ മനസ്സിലാക്കണം. വഅന്ന അലൈക ഫറായിദ അൻത മുതാലബുൻ ബിഹാ
നിന്റെ മേലെ ചില നിർബന്ധിത ബാധ്യതകളുണ്ട്, നീ ചോദ്യം ചെയ്യപ്പെടുന്ന ചില ബാധ്യതകൾ അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. വഅന്നൽ മലക്കൈനി യുഹ്സിയാനി അൽഫാലക വനദറാതിക, രണ്ട് മലക്കുകൾ നിന്റെ ലഫ്ളുകൾ, നീ പറയുന്ന വാക്കുകൾ, നിന്റെ നോട്ടങ്ങൾ അതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നീ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം രണ്ട് മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വഅന്ന അൻഫാസൽ ഹയ്യി ഖുതാഉ ഇലാ അജലിഹി, ജീവിച്ചിരിക്കുന്ന ഒരുത്തന്റെ നിശ്വാസങ്ങൾ അതവന്റെ ആയുസ്സിലേക്കുള്ള കാലടിപ്പാടുകളാണ്. നമ്മൾ ഓരോ ശ്വാസവും ശ്വസിച്ചു വിടുമ്പോൾ അത് നമ്മുടെ അവസാനത്തിലേക്കുള്ള മരണത്തിലേക്കുള്ള കാലടിപ്പാടുകളാണ്. ദുനിയാവിലുള്ള ജീവിതത്തിന്റെ അളവ് വളരെ കുറച്ചാണ്. വൽഹബ്സു ഫിൽ ഖുബൂരി തവീൽ, ഖബറിലുള്ള ജീവിതം വളരെ വലുതുമാണ്. വൽഅദാബു അലാ മുവാഫഖത്തിൽ ഹവാ വബീൽ, നിന്റെ ഇച്ഛക്കനുസരിച്ചിട്ട് നീ ജീവിക്കുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷ അത് ഭയാനകവും അപകടകരം നിറഞ്ഞതുമാണ്. ഫഅയ്ന ലദ്ദതു അംസ്, ഇന്നലത്തെ ആസ്വാദനങ്ങൾ എവിടെ പോയി? ഇതുവരെ നീ ആസ്വദിച്ച ആസ്വാദനങ്ങൾ എവിടെ പോയി? റഹലത് വഅബ്ഖത് നദമൻ, അതൊക്കെ കഴിഞ്ഞുപോയി. പിന്നെ എന്തേ ഉള്ളൂ? അതിന്റെ ഖേദം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞുപോയ തിന്മകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഖേദമല്ലാതെ ഒന്നും നമുക്കുണ്ടാകാൻ പോകുന്നില്ല. അതെല്ലാം കഴിഞ്ഞുപോയി. ആ തിന്മ ചെയ്യുമ്പോഴുള്ള ആസ്വാദനം അതവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് അതിന്റെ ഖേദമാണുള്ളത്. വഅയ്ന ശഹ്വത്തുൻ നഫ്സ്, സ്വന്തം നഫ്സിന്റെ ഇച്ഛകൾ എവിടെ പോയി? കം നക്കസത് റഅസൻ വഅസല്ലത് ഖദമൻ, എത്ര ആളുകളാണ് അതുകൊണ്ട് തരം താഴ്ന്നു പോയത്, അവരുടെ കാലടിപ്പാടുകൾ തെറ്റിപ്പോയത്, കാലടികൾ തെറ്റിപ്പോയത്, പിഴച്ചുപോയത്. വമാ സഅദ മൻ സഅദ ഇല്ലാ ബിഖിലാഫി ഹവാഹു, വിജയിച്ചവൻ അവന് വിജയിച്ചത് എന്തുകൊണ്ടാണ്? അവന്റെ ഇച്ഛകൾക്ക് എതിരായി നിന്നുകൊണ്ടാണ്. അവന്റെ ദേഹേച്ഛകൾക്ക് എതിരായി നിന്നവനാണ് വിജയിച്ചിട്ടുള്ളൂ. വലാ ശഖിയ മൻ ശഖിയ ഇല്ലാ ബിഈഥാരി ദുനിയാ, നഷ്ടം പറ്റിയവൻ അവൻ എല്ലാത്തിനേക്കാളും ദുനിയാവിന് പ്രാധാന്യം കൊടുത്തവനാണ് നാശം സംഭവിച്ചവൻ. ഫഅ്തബിർ ബിമൻ മവാ മിനൽ മുലൂകി വസ്സുഹാദ്, നീ ചിന്തിക്കുക, ചിന്തിച്ച് മനസ്സിലാക്കുക. ഈ ദുനിയാവിൽ കഴിഞ്ഞുപോയ രാജാക്കന്മാരെ കുറിച്ച് നീ ചിന്തിക്കുക. ദുനിയാവിനോട് വിരക്തി കാണിച്ച സ്വാലിഹികളെ കുറിച്ചും ചിന്തിക്കുക. ഐന ലദ്ദതു ഹഉലായി, അവരാസ്വദിച്ച ആസ്വാദനങ്ങൾ എവിടെ? വൈന തഅബു ഉലൈക്, അവരാസ്വദിച്ച അവരനുഭവിച്ച ക്ഷീണം എവിടെ? രാജാക്കന്മാർക്കുണ്ടായിരുന്ന ആസ്വാദനങ്ങൾ ഇന്ന് എവിടെയാണ്? അതുപോലെ തന്നെ സ്വാലിഹീങ്ങൾ അനുഭവിച്ച ക്ഷീണം ഇന്ന് എവിടെയാണ്? ബഖിയ സവാബുൽ ജസീലു വദ്ദിക്റുൽ ജമീലു ലിസ്സാലിഹീൻ, എന്നാൽ സ്വാലിഹീങ്ങളുടെ അവസ്ഥ എന്താണ്? അവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം ബാക്കിയായിട്ടുണ്ട്. അവരെ പറ്റിയുള്ള നല്ല വാക്കുകൾ അതിവിടെ നിലനിൽക്കുന്നുണ്ട്. രാജാക്കന്മാർക്ക് നിലനിൽക്കുന്നില്ല, ആസ്വാദനങ്ങളെ പിന്നാലെ പോയവർക്ക് നിലനിൽക്കുന്നില്ല. സ്വാലിഹീങ്ങൾക്ക് പരലോകത്ത് പ്രതിഫലമുണ്ട്, അവരെ കുറിച്ച് നല്ല വാക്കുകൾ ഈ ദുനിയാവിലുമുണ്ട്. വൽഖാലത്തുൽ ഖബീഹത്തു വൽ ഇഖാബുൽ വബീലു ലിആസീൻ, ഏറ്റവും മോശപ്പെട്ട ആക്ഷേപങ്ങളും അതുപോലെ ഭയാനകമായ ശിക്ഷകളും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കാണ്, തിന്മകളിൽ മുഴുകുന്ന ആളുകൾക്കാണ് ഉണ്ടാവുക. വകഅന്നഹു മാ ജാഅ മൻ ജാഅ വലാ ശബിഅ മൻ ശബിഅ, വിശക്കുന്നവനെ പോലെ അല്ലെങ്കിൽ നിറഞ്ഞവനെ പോലെ, അതായത് അതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരുടെ അവസ്ഥകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. വൽകസലു അനിൽ ഫളാഇലി ബിഇസർ റഫീഖ്, ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെ തൊട്ടുള്ള മടി അത് ഏറ്റവും മോശപ്പെട്ട കൂട്ടുകാരനാണ്. മനുഷ്യൻ നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൽ കസൽ, മടി എന്നുള്ളത്. മനുഷ്യന് അവന് മുന്നിലോട്ട് വരണമെങ്കിൽ അവന് ഇറാദത്തുണ്ടായിരിക്കണം, അവന് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടായിരിക്കണം. അതിനെ ഇല്ലാതാക്കുന്ന കാര്യമാണ് അൽ കസൽ, മടി എന്നുള്ളത്. അത് മോശപ്പെട്ട കൂട്ടുകാരനാണ്. വഹബ്ബുർ റാഹ യൂരിസുൻ നദമി മാ യുർബി അലാ കുല്ലി ലദ്ദ, നീ റാഹത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ അതുകൊണ്ട് നിനക്കുണ്ടാകുന്ന ഖേദം എല്ലാ ആസ്വാദനങ്ങളെക്കാൾ വലുതായിരിക്കും. നീ ഇന്ന് റാഹത്തിനാണ്, നീ റാഹത്തായിട്ട് നിസ്കാരത്തിന്റെ അതൊരു ഒഴിവാക്കാം, അല്ലെങ്കിൽ ദീനിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്, അതിന് റാഹത്തിന് മാത്രം, സുഖസൗകര്യങ്ങൾക്ക് മാത്രമാണ് നീ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ എല്ലാവിധ ആസ്വാദനങ്ങളെക്കാളും ഖേദമാണ് നിനക്കുണ്ടാവുക. ഫൻതബിഹ് വത്അബ് ലിനഫ്സിക്, നീ ഇത് ശ്രദ്ധിച്ച് ആലോചിക്കുക, എന്നിട്ട് നിന്റെ സ്വന്തത്തിനെ കൊണ്ട് പണിയെടുക്കുക, നീ ഇജ്തിഹാദ് ചെയ്യുക. വഅലം, നീ അറിയണം, അന്ന അദാഅൽ ഫറായിദ് വജ്തനാബൽ മഹാരിം ലാസിമുൻ, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുക എന്നതും
ഹറാമുകൾ ഒഴിവാക്കുക എന്നുള്ളതും നിന്റെ മേലെ ബാധ്യതയായിട്ടുള്ള നീ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നിന്റെ മേലെ എപ്പോഴും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ അവൻ തോന്നിയ പോലെ ജീവിക്കുകയാണെങ്കിൽ, അതിര് കവിയുകയാണെങ്കിൽ നരകമാണ് ഉറപ്പിക്കാനുള്ളത്. വാജിബാത്തുകൾ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതെ ഹറാമുകൾ ചെയ്യുന്നവനാണെങ്കിൽ അവനോട് പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണ്? അന്നാർ, നരകമാണ് നിനക്ക് ഒരുങ്ങിയിട്ടുള്ളത്. എന്നിട്ട് പറയുകയാണ്, അവനെ നീ മനസ്സിലാക്കണം, അന്ന തലബൽ ഫളാഇൽ നിഹായത്ത് മുറാദിൽ മുജ്തഹിദീൻ, ശ്രേഷ്ഠമായ കാര്യങ്ങൾ തേടുക എന്നുള്ളത് പരിശ്രമശാലികളുടെ അവസാനത്തെ ഒരു ലക്ഷ്യമാണ്. തുമ്മൽ ഫളാഇലു തതഫാവത്, പല ഉന്നതമായ ശ്രേഷ്ഠത അഥവാ ദറജകൾ എന്നുള്ളത് വ്യത്യസ്തമായിട്ടുണ്ട്. ഫമിനന്നാസ് മൻ യറൽ ഫളാഇലു അസ്സുഹദ ഫിദ്ദുനിയ, ചില ആളുകളുണ്ട് അവർ ഫളായിലായിട്ട് കാണുന്നത് ദുനിയാവിനോടുള്ള വിരക്തിയാണ്. വമിൻഹും മൻ യറാഹ തശാഗുല ബിത്തഅബ്ബുദ്, മറ്റു ചിലർ കാണുന്നത് ഇബാദത്തിൽ മുഴുകുക എന്നുള്ളതാണ്. അതായത് ഓരോ ആളുകൾക്കും ഓരോ താല്പര്യങ്ങൾ ഉണ്ടാവും. അതായത് ചില ആളുകൾ ഇബാദത്തിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുന്നതായിരിക്കും, ചില ആളുകൾ ദുനിയാവിനോട് വിരക്തി കാണിക്കുന്നവരായിരിക്കും എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് പറയാണ് വഅലൽ ഹഖീഖ, എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഫലൈസത്തിൽ ഫളായിലുൽ കാമിലതു ഇല്ലൽ ജംഉ ബൈനൽ ഇൽമി വൽ അമൽ, എന്നാൽ യഥാർത്ഥത്തിലുള്ള ശ്രേഷ്ഠത പറഞ്ഞാൽ എന്താണ്? ഇൽമും അമലും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അടുത്താണ്. അറിവുണ്ടായിരിക്കണം, അതിനനുസരിച്ച് കർമ്മവും ഉണ്ടായിരിക്കണം. فإذا حصل رفع صاحبهما إلى تحقيق معرفة الخالق سبحانه وتعالى, ഈ രണ്ട് കാര്യങ്ങൾ ഒരാൾ നേടിക്കഴിഞ്ഞാൽ അവൻ ഉയരും, അവനെ ഈ രണ്ട് കാര്യങ്ങൾ ഉയർത്തും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, ഖാലിഖായ അല്ലാഹുവിനെ അറിയുന്നതിലേക്ക് എത്തിക്കും. വഹറകാഹു ഇലാ മഹബ്ബതിഹി വഖശിയതിഹി വശൗഖി ഇലൈഹി, അത് അവനെ എന്തിലേക്ക് എത്തിക്കും? ചലിപ്പിക്കും, അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാക്കും. അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇൽമും അമലും ഉണ്ടായാൽ അവന്റെ ദറജകൾ ഉയരും. അത് എന്തിലേക്ക് നയിക്കും? അള്ളാഹുവിനെ അറിയുന്നതിലേക്ക് നയിക്കും. അള്ളാഹുവിനെ അറിഞ്ഞാൽ അവനോടുള്ള ഹുബ്ബ് അവന്റെ കൽബിലുണ്ടാകും. വഖശിയതിഹി, അവനെ കുറിച്ചുള്ള ഭയമുണ്ടാകും. വശൗഖി ഇലൈഹി, അവനെ കണ്ടുമുട്ടാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടാകും. ഫതിൽകൽ ഗായത്തുൽ മഖ്സൂദ, അതാണ് ഏറ്റവും വലിയ അങ്ങേയറ്റത്തെ ലക്ഷ്യം എന്നുള്ളത്. വഅലാ ഖദ്രി അഹ്ലിൽ അസ്മി തഅതിൽ അസായിം, ഓരോ ആളുകളുടെ ദൃഢതയനുസരിച്ച് ആ കാര്യങ്ങൾ അവനെ എത്തിച്ചേരാൻ സാധിക്കും. വലൈസ കുല്ലു മുരീദിൻ മുറാദ, എല്ലാ കാര്യങ്ങളും ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട് എന്നുകൊണ്ട് അത് കിട്ടിക്കൊള്ളണമെന്നില്ല. വലാ കുല്ലു താലിബിൻ വാജിദ, തേടുന്ന എല്ലാവരും അത് കണ്ടെത്തിക്കൊള്ളണമെന്നില്ല. ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ആവണമെന്ന് ആഗ്രഹമുണ്ട്, അവനാവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഒരാൾ ഒരു സാധനം തേടുന്നുണ്ട്, അത് കിട്ടിക്കോളുന്ന നിർബന്ധമുണ്ടോ? ഇല്ല. എന്നിട്ട് പറയാണ് വലാകിൻ അലൽ അബ്ദി അൽ ഇജ്തിഹാദ്, എന്നാൽ അടിമ എന്താണ് ചെയ്യേണ്ടത്? അവനവന്റെ കഴിവിനെ തൊട്ട് പരിശ്രമിച്ചുകൊണ്ടേ വകുല്ലു മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു, ഓരോ വ്യക്തിക്കും അവൻ എന്തിനാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിലേക്ക് എളുപ്പമാക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുള്ള വാക്കാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങളുടെ ഓരോരുത്തരുടെയും നരകത്തിനും സ്വർഗത്തിനുമുള്ള സീറ്റുകൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ആരൊക്കെയാണ് സ്വർഗത്തിൽ, ആരൊക്കെയാണ് നരകത്തിൽ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സഹാബികൾ ചോദിച്ചു, പിന്നെ ഞങ്ങൾ എന്തിനാ കർമ്മം ചെയ്യുന്നത്? കർമ്മം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് കുല്ലും മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു, ഏതൊന്നിലേക്കാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് എളുപ്പമാക്കും. നമ്മുടെ ബാധ്യത എന്താണ്? നമ്മൾ കഠിനമായി പരിശ്രമിക്കുക. വല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവിനോട് സഹായം തേടുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറഞ്ഞു വഅവ്വലു മാ യംബഗി അൻ-നദറു ഫീഹി, ആദ്യമായിട്ട് നീ ഉറ്റാലോചിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം മഅരിഫത്തുല്ലാഹി തആല ബിദ്ദലീൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നീ അല്ലാഹുവിനെ അറിയണം, അല്ലാഹുവിനെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും വേണം. അവന്റെ ഈമാൻ അത് റുബൂബിയത്തിലും അതുപോലെ തന്നെ ഉലൂഹിയത്തിലും അസ്മാഉ വ സിഫാത്തിലും ഇതെല്ലാം നീ മനസ്സിലാക്കണം, അല്ലാഹുവിനെ അറിയണം. വമഅലൂമുൻ അന്ന മൻ റഅ അസ്-സമാഅ മർഫൂഅ, അതൊരുത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ? ആകാശം അത് ഉയർത്തപ്പെട്ടതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, വൽ അർള മൗദൂഅ, ഭൂമിയെ ഒരുക്കിയിട്ടുള്ള രീതി നോക്കിക്കഴിഞ്ഞാൽ, വശാഹദൽ അബ്നിയത്തൽ മുഹ്കമത ഖുസൂസൻ ഫീ ജസദി നഫ്സിഹി, സ്വന്തം ശരീരത്തിൽ അള്ളാഹു അവനെ സൃഷ്ടിച്ചൊരുക്കിയിട്ടുള്ള രീതി നോക്കിയാൽ തന്നെ അവന് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആനിൽ അല്ലാഹു തആല ധാരാളം സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്.
ആകാശത്തിലേക്ക് നോക്കാൻ, ഭൂമിയിലേക്ക് നോക്കാൻ, വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, സ്വന്തം ശരീരത്തിലേക്ക് നോക്കാൻ, നിങ്ങൾക്ക് ഉറ്റാലോചിക്കാനുള്ളത് അതിൽ തന്നെയുണ്ട്. അള്ളാഹുവിനെ അറിയാൻ ഏറ്റവും ഉപകരിക്കുന്ന കാര്യങ്ങൾ, അഥവാ അള്ളാഹുവിനെ കുറിച്ച് ചിന്ത, നമ്മൾക്ക് മേലെ അധികാരമുള്ള ഖാലിഖിനെ കുറിച്ച് അറിയാൻ ഉപകരിക്കുന്ന കാര്യങ്ങളാണത്. എന്നിട്ട് പറഞ്ഞു, അലിമ അന്നഹു ലാ ബുദ്ദ ലിസ്സനഅതി മിൻ സാനിഹ് വലാ വലിൽ മബ്നി മിൻ ബാനിൻ. അപ്പൊ ഈ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾക്കെല്ലാം ഉണ്ടാക്കിയ ഒരാളുണ്ടായിരിക്കണം, നിർമ്മിക്കപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഒരു നിർമ്മാതാവും ഉണ്ടായിരിക്കണം. അത് നിനക്ക് ബോധ്യപ്പെടും, അഥവാ അള്ളാഹുവിന്റെ അസ്തിത്വം നിനക്ക് ബോധ്യപ്പെടും. ثم يتأمل دليل صدق الرسول. പിന്നെന്താണ് നീ ചെയ്യേണ്ടത്? പിന്നെ ഒരാൾ ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണ്, അഥവാ റസൂലാണ് എന്നതിനുള്ള ദലീലുകൾ നീ മനസ്സിലാക്കണം. ഇലൈഹി വഅക്ബർ ദലായിൽ, അതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞാൽ അൽ ഖുർആനുൽ ലദീ അഅജസൽ ഖൽഖ അൻ യഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഒരു സൃഷ്ടിക്കും കൊണ്ടുവരാൻ സാധിക്കാത്ത രീതിയിൽ ഖുർആനിലെ ഒരു സൂറത്ത് പോലെ കൊണ്ടുവരാൻ എല്ലാവരും ദുർബലമായിട്ടുള്ള ആ ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിദ്ഖിനുള്ള ഏറ്റവും വലിയ ദലീൽ എന്ന് പറയുന്നത്. കാരണം ലോകാവസാനം വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്താണ് ഖുർആൻ എന്നുള്ളത്. അതിലൂടെ എന്ത് മനസ്സിലാക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിദ്ഖ് മനസ്സിലാക്കണം. ഫൈദാ തബത ഇൻദഹു വുജൂദുൽ ഖാലിഖ് ജല്ല വഅല, അങ്ങനെ നിനക്ക് അല്ലാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ, വസിദ്ഖർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും നിനക്ക് ബോധ്യപ്പെട്ടാൽ, വജബ തസ്ലീമു അനാനിഹി ഇല ശർഅ. പിന്നെന്താണ് നിന്റെ മേലെ എന്ത് നിർബന്ധമായി? ആ റസൂല് പഠിപ്പിക്കുന്ന ആ ശരീഅത്തിനോട് അതിൽ കീഴൊതുങ്ങുക, തസ്ലീം. പിന്നെ നിനക്ക് നിന്റേതായ തീരുമാനത്തിന് എന്തില്ല? അവകാശമില്ല, അതിന് നീ കീഴൊതുങ്ങണം. ഫമതാ ലം യഫ്അൽ, അത് ചെയ്യാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ദല്ല അലാ ഖലലിൻ ഫീ ഇഅ്തിഖാദിഹി, നിന്റെ വിശ്വാസത്തിൽ എന്തോ പിഴവുണ്ട് എന്നുള്ള തെളിവാണ് അത്. അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ച് ബോധ്യപ്പെട്ടിട്ട് പിന്നെ ശരീഅത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നതിന് നമുക്ക് തടസ്സമുണ്ടെങ്കിൽ അവന്റെ അഖീദ പിഴച്ചതാണ്, അവന്റെ വിശ്വാസം പിഴച്ചതാണ്. എന്നിട്ട് പറഞ്ഞു, ثم يجب عليه أن يعرف ما يجب عليه من الوضوء والصلاة والزكاة إن كان له مال. പിന്നെ എന്താണ് അവന്റെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അവൻ മനസ്സിലാക്കണം. വുദു, അതുപോലെ അസ്സലാ നിസ്കാരം, അസ്സകാത്ത് സമ്പത്തുണ്ടെങ്കിൽ സക്കാത്ത്, വൽഹജ്ജ് വഗൈരി ദാലിക മിനൽ വാജിബാത്ത്, അതുപോലെ തന്നെ ഹജ്ജ്, അതുപോലെ മറ്റുള്ള നിർബന്ധമായിട്ടുള്ള കർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് അവൻ അറിയണം. ഫൈദാ അറഫ ഖദ്റൽ വാജിബ് ഖാമ ബിഹി, എന്തെല്ലാമാണ് നിന്റെ മേലെ വാജിബായിട്ടുള്ളത്, നിർബന്ധമായിട്ടുള്ളത് എന്ന് നിനക്ക് മനസ്സിലായാൽ നീ നിർവഹിക്കുകയും വേണം. അപ്പൊ അള്ളാഹുവിലുള്ള വിശ്വാസം, ഈമാനാണ് ആദ്യം പറഞ്ഞത്. അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ റസൂലുള്ള വിശ്വാസം, അവർ അറിയിച്ചിട്ടുള്ള കാര്യങ്ങളുള്ള വിശ്വാസം, പിന്നെ ശരീഅത്തിന് കീഴൊതുങ്ങുക, അതുപോലെ തന്നെ എന്തെല്ലാം വാജിബാത്തുകളാണോ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരിക. എന്നിട്ട് പറയുകയാണ്, ഫയംബഗി ലിദിൽ ഹിമ്മതി അയ്യതറഖാ ഇലൽ ഫളാഇൽ. ഹിമ്മത്തുള്ള ഒരുവൻ, ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അഭിലാഷം, അല്ലെങ്കിൽ ഒരാളുടെ പൂർണ്ണമായ അവന് ഉന്നതിയിലെത്തണം, അങ്ങനെ ആഗ്രഹമുള്ള ഒരുത്തൻ അവൻ ശ്രേഷ്ഠമായ കാര്യങ്ങളെ തേടണം. ഫയതശാഗലു ബിഹിഫ്ദിൽ ഖുർആനി വതഫ്സീരിഹി, അങ്ങനെയുള്ള ഒരാൾ ഖുർആൻ ഹിഫ്ദാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതായത് ഒരു സാധാരണ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വാജിബായിട്ടുള്ള കാര്യങ്ങൾ അത് നിർവഹിക്കുക, ഹറാമുകൾ ഒഴിവാക്കുക. എന്നാൽ കൂടുതൽ ശ്രേഷ്ഠത ആഗ്രഹിക്കുന്ന ആളുകൾ, അവരുടെ മേലെയുള്ളത് എന്താണ്? ഖുർആൻ ഹിഫ്ദാക്കുക, അതിന്റെ തഫ്സീറുകൾ പഠിക്കുക. വബി ഹദീസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുക. വബി മഅരിഫത്തി സിയരിഹി വസിയരി അസ്ഹാബിഹി വൽ ഉലമാഇ ബഅദഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ ജീവചരിത്രവും അതിനുശേഷം വന്ന ഉലമാക്കളുടെ ജീവിതചരിത്രവും പഠിക്കുക. എന്തിനാണത്? ലിയതഖയ്യറ മർതബത്തൽ അഅലാ ഫൽഅഅലാ, ഏറ്റവും ഉന്നതമായ ദറജയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി, മർത്തബയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. വലാ ബുദ്ദ മിൻ മഅരിഫത്തി മാ യുഖീമു ബിഹി ലിസാനഹു മിനൻ നഹ്വ്, പിന്നെ അവൻ എന്ത് ചെയ്യണം? നഹ്വിൽ, ഭാഷ, അവന്റെ അറബി ഭാഷ നേരെയാക്കാൻ നഹ്വിൽ അറിവ് നേടുന്ന ഒരാളായി മാറണം. അഥവാ അറബി ഭാഷയിൽ അവന് പ്രാവീണ്യം നേടണം. കാരണം ഇൽമ് നേടുന്ന ഒരാൾ, അവന് ദീനിന്റെ ഇൽമ് നേടണമെങ്കിൽ ദീനിന്റെ ഭാഷ അറിയണം. ദീനിന്റെ ഭാഷ ഏതാണ്? അത് അറബിയാണ്. ഏതൊരു ഇൽമിന് ഒരു ഭാഷ ഉണ്ടാവും.
നമ്മുടെ നാടുകളിൽ ഇപ്പോ MBBS അത് പഠിക്കുകയാണെങ്കിൽ എന്തറിയേണ്ടി വരും? ഇംഗ്ലീഷ് അറിയേണ്ടി വരും. അല്ലെങ്കിൽ ആയുർവേദം ഡോക്ടർ ആവണമെങ്കിൽ സംസ്കൃതം പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ യുനാനിയുടേത് പഠിക്കണമെങ്കിൽ ഉറുദു പഠിക്കേണ്ടി വരും. അത് ഓരോ സയൻസിനും ഓരോ ഇൽമിനും അതിന്റേതായ ഒരു ഭാഷയുണ്ടാവും. അപ്പൊ ദീന് പഠിക്കണമെങ്കിൽ എന്തറിയണം? അറബി അറിയണം. അവൻ ഭാഷയിലെ നിയമങ്ങൾ പഠിക്കണം. അങ്ങനെ ഭാഷയുടെ വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗങ്ങൾ, അതെങ്ങനെയാണ്, ഭാഷയുടെ വ്യത്യസ്ത ശാഖകൾ, അത് പഠിക്കണം. എന്നിട്ട് വീണ്ടും പറയുകയാണ്, വൽ ഫിഖ്ഹു അസ്ലുൽ ഉലൂം. ഫിഖ്ഹ് എന്നുള്ളതാണ് ഇൽമിന്റെ അടിസ്ഥാനം. അതായത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എടുക്കുന്ന ഇൽമിനാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. അതാണ് ഫിഖ്ഹുൽ അക്ബർ എന്ന് പറയുമ്പോൾ അത് അഖീദ, അതല്ലെങ്കിൽ അമലുകളുമായിട്ടുള്ള ഫിഖ്ഹ്. അപ്പൊ ആ ഫിഖ്ഹ് നേടുക. ചില ആളുകൾ പണ്ടുകാലം മുതലേ ഹദീസിന്റെ വിഷയത്തിൽ അതിന്റെ സനദുകളിലും മറ്റും മാത്രം മുഴുകിയേക്കും. അവർക്ക് അതിൽ നിന്ന് അഹ്കാമുകൾ പഠിച്ചിട്ടുണ്ടാവില്ല. ചില ആളുകൾ അതല്ലെങ്കിൽ ഖുർആനുമായി മാത്രം, ഖുർആനിന്റെ പാരായണവും അതിന്റെ ഹിഫ്ളും അത് മാത്രമായിരിക്കും. അതിൽ നിന്ന് അഹ്കാമുകളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതിൽ നിന്നുള്ള ഫിഖ്ഹാണ് ഇൽമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പരലോകത്തെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും സ്വർഗനരകങ്ങളെ കുറിച്ചുമുള്ള ഓർമ്മപ്പെടുത്തൽ, അതാണ് അതിൽ ഏറ്റവും മാധുര്യമുള്ളതും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളതും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയാണ്, وقد رتبت في هذه المذكورات من التصانيف ما يغني عن كل ما سبق من تصانيف القدماء وغيرها بحمد الله ومن منه. എന്നിട്ട് ഉപ്പ മകനോട് പറയാണ്, ഞാൻ നിനക്ക് മുന്നിലുള്ള ഒരാളുടെയും കിതാബ് ആവശ്യമില്ലാത്ത രീതിയിൽ ഈ വിഷയങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഒരു ഉപ്പാക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉപദേശമാണ്, ഈ വിഷയങ്ങളിലൊക്കെ നിനക്ക് വേണ്ട കിതാബുകൾ വേറൊരാളിലേക്കും പോകേണ്ടതില്ലാത്ത രീതിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇപ്പൊ മകനോട്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, നിനക്ക് ഈ കിതാബുകൾ ഇങ്ങനെ തെരഞ്ഞു പോകേണ്ടതിൽ നിന്നും അതൊക്കെ എഴുതി വെക്കേണ്ടതിൽ നിന്നും നിനക്ക് ഞാൻ എന്താക്കിയിട്ടുണ്ട്? നിനക്കത് ആവശ്യമില്ലാത്ത രീതിയിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. ഹിമ്മത്ത് ഒരാൾക്കില്ല, ഒരാൾക്ക് അഭിലാഷങ്ങളില്ല എങ്കിൽ അവൻ ഏറ്റവും കുറഞ്ഞത് കൊണ്ട് തന്നെ തൃപ്തിപ്പെടും. അതിന്റെ നിസ്സാരമായ കാര്യം കൊണ്ട് തന്നെ തൃപ്തിപ്പെടും. എന്നാൽ ഒരാൾക്ക് ഉലൂവുൽ ഹിമ്മ അല്ലെങ്കിൽ ഹിമ്മത്തുൽ ആലിയ, ഉന്നതമായ അഭിലാഷമുണ്ടെങ്കിൽ ഫലാ തഖ്നഉ ബിദ്ദൂൻ, അതിൽ കുറവുള്ള ഒന്നിലെ കൊണ്ടും അവൻ എന്താകില്ല? തൃപ്തിപ്പെടുന്ന അവസ്ഥയുണ്ടാവില്ല. നമ്മളെപ്പോഴും ദീനിന്റെ വിഷയത്തിൽ നമ്മളൊരു മത്സരത്തിലായിരിക്കണം. അതിന്റെ ഉന്നതിയിലെത്താൻ, ഇൽമു കൊണ്ട് ആളുകൾ ഉന്നതിയിലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അമല് കൊണ്ടെത്തണം. അമല് കൊണ്ട് ആളുകൾ നമ്മെ മുൻകടക്കുന്നുണ്ടെങ്കിൽ നിയ്യത്ത് കൊണ്ടെത്തണം. എങ്ങനെയൊക്കെയാണോ മുൻകടക്കാൻ സാധിക്കുക അതുപോലെയെല്ലാം നാം പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞു, വഖദ് അറഫ്തു ബിദ്ദലീൽ അന്നൽ ഹിമ്മത മൗലൂദത്തുൻ മഅൽ ആദമി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ഒരു അഭിലാഷം, ഈ ഒരു ചിന്ത എന്നുള്ളത് മനുഷ്യന്റെ ജന്മനാ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഈ ഉലൂവുൽ ഹിമ്മ രണ്ട് രീതിയിലുണ്ടാവും. ചിലർക്ക് ജന്മന, ചില ആളുകൾക്ക് അതിയായ ഹിമ്മത്ത് ഉണ്ടാവും. അവർക്ക് നിസ്സാരമായ കാര്യങ്ങൾ ഒതുങ്ങിക്കൂല, അവർക്ക് മുകളിലെത്തണം അഥവാ ശ്രേഷ്ഠമായ കാര്യങ്ങൾ എത്തണം എന്നുള്ള ആഗ്രഹമാണ് ഉണ്ടാവുക. എന്നാൽ മറ്റു ചിലർ ജന്മന ഉണ്ടാകില്ല, പക്ഷേ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന തർബിയത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ നേടിയെടുക്കും. അങ്ങനെ ഹിമ്മത്തുള്ള ആളുകളായിട്ട് മാറും. എന്നാൽ ചില സമയത്ത് എന്തുണ്ടാകും? ചിലപ്പോ ഹിമ്മത്ത് കുറയും. ചില ആളുകൾക്ക് ചില സമയത്ത് ഇൽമു നേടുന്നത് അതിയായ താല്പര്യമായിരിക്കും, അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുന്ന അതിയായ താല്പര്യമായിരിക്കും, പക്ഷെ അത് പിന്നെ കുറയും. അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ വീണ്ടും അതുപോലെ തന്നെ ഉണ്ടാകും. നിനക്ക് എപ്പോഴെങ്കിലും നിന്റെ സ്വന്തത്തിൽ ഒരു ദുർബലത, ഒരു മടിയൊക്കെ തോന്നുകയാണെങ്കിൽ നിഅമത്ത് നൽകുന്ന അള്ളാഹുവിനോട് നീ ചോദിക്കുക. നിനക്ക് മടി തോന്നുകയാണെങ്കിൽ തൗഫീഖ് നൽകുന്ന അള്ളാഹുവിനോട് നീ അള്ളാഹുവിലേക്ക് മടങ്ങുക. ഫലൻ തനാല ഖൈറൻ ഇല്ലാ ബിതാഅതിഹി, അള്ളാഹുവിനെ അനുസരിക്കുന്ന കൊണ്ടല്ലാതെ ഒരു ഖൈറും നിനക്ക് ലഭിക്കില്ല. വലാ യഫൂതുക ഖൈറുൻ ഇല്ലാ ബിമഅസിയതിഹി, അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് കൊണ്ടല്ലാതെ ഒരു ഖൈറും നിനക്ക് നഷ്ടപ്പെടുകയില്ല. അതായത് എന്ത് ഖൈർ നമുക്ക് വേണമെങ്കിലും അത് അള്ളാഹുവിനുള്ള ത്വാഅത്ത് കൊണ്ടേ ലഭിക്കുകയുള്ളൂ. നമുക്ക് ബാധിക്കുന്ന ഷർറുകളെല്ലാം മഅസിയത്ത് കൊണ്ടുമായിരിക്കും. ഫമിനല്ലദീ അഖ്ബല അലൈഹി ഫലം യറാ കുല്ല മുറാദ്, ഒരാൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് അവൻ തേടുന്ന കാര്യങ്ങൾ കിട്ടാതിരിക്കുക? അള്ളാഹുവിനെ കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ട ചിന്തയാണ്.
ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാക്കുണ്ട്, മൻ കാന ലില്ലാഹി കമാ യുരീദ് കാന അല്ലാഹു ലഹു ഫൗഖ മാ യുരീദ്. ആരാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹുവിന് വേണ്ടി ആകുന്നത്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, കാന അല്ലാഹു ലഹു ഫൗഖ മാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മുകളിലായിട്ട് അള്ളാഹു അവന് വേണ്ടി ഉണ്ടാകും, അള്ളാഹു അവന് വേണ്ടി ഉണ്ടാകും. എന്നിട്ട് പറയുകയാണ്, ومن الذي أعرض عنه فمضى بفائدة أو حظي بغرض من أغراضه. അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ ഒരുത്തന് എന്ത് നേട്ടമാണ് ലഭിച്ചിട്ടുള്ളത്? അള്ളാഹുവിന്റെ വിഭവങ്ങളിൽ അനുഗ്രഹങ്ങളിൽ എന്താണ് അവന് നേടാൻ സാധിച്ചിട്ടുള്ളത്? أو ما سمعت قول الشاعر, ഒരു കവി പറഞ്ഞേ നീ കേട്ടിട്ടില്ലേ, والله ما جئتكم زائرا إلا وجدت الأرض تطوالي ولا ثنيت العزم عن بابكم إلا تعثرت بأذيالي. ഞാൻ നിങ്ങൾക്കൊരു സന്ദർശകനായിട്ട് വന്നതല്ല, ഭൂമി എനിക്ക് എളുപ്പമാക്കപ്പെട്ടതാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ചാൽ അവന്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകും. എന്നിട്ട് പറയാണ്, ഞാൻ എന്റെ ആവശ്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നതല്ല, എന്റെ വസ്ത്രം തന്നെ തട്ടിത്തെറിച്ച് ഇവിടെ വീണു പോയതാണ്. അഥവാ അള്ളാഹുവിനെ ധിക്കരിച്ചു പോയാൽ, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചാൽ അവന് ഞെരുക്കവും ബുദ്ധിമുട്ടുകളും മാത്രമായിരിക്കും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുക. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറഞ്ഞു, മൻദുർ യാ ബുനയ്യ, മോനെ നീ ശ്രദ്ധിക്കണം, നീ നോക്കണം, ഇലാ നഫ്സിക ഇൻദൽ ഹുദൂദ്, നിന്റെ സ്വന്തത്തിൽ അല്ലാഹു തആല നിർണയിച്ചിട്ടുള്ള പരിധിയുടെ വിഷയത്തിൽ നീ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നീ നിന്റെ സ്വന്തത്തിൽ നോക്കണം. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഹലാലുകളുടെയും ഹറാമുകളുടെയും വിഷയത്തിൽ ഫതലമ്മഹ് കൈഫ ഹിഫ്ദുക ലഹാ, നീ എങ്ങനെയാണ് അതിനെ സംരക്ഷിക്കുന്നത് എന്നും നീ നോക്കണം. ഫഇന്നഹു മൻ റാഅ റൂഇയ, അതിനെ കാത്തു സൂക്ഷിക്കുന്നവനാരാണോ അവനെയും കാത്തു സംരക്ഷിക്കപ്പെടും. വമൻ അഹ്മല തുരിക, അതിനോടൊരു അലംഭാവം കാണിച്ചു കഴിഞ്ഞാൽ അവനെയും അതുപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. വഇന്നി ലഅദ്കുറു ലക ബഅദ അഹ്വാലി, ഞാൻ നിനക്ക് എന്റെ ചില അവസ്ഥകൾ പറഞ്ഞു തരാം, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ പറഞ്ഞു തരാണ്. ലഅല്ലക തൻദുറു ഇല ഇജ്തിഹാദി വതസ്അൽ മുവഫിഖ ലി, നീ എന്തായേക്കാം, നീ എന്റെ പരിശ്രമങ്ങൾ, ഞാൻ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി നീ ദുആ ചെയ്യുന്നവനുമായേക്കാം. ഫഇന്ന അക്സറൽ ഇൻആമി അലയ്യ ലം യകുൻ ബികസ്ബി, എന്റെ മേലെ ലഭിച്ച നിഅമത്തുകളൊന്നും ഞാൻ എന്റെ കഴിവുകൊണ്ട് നേടിയെടുത്തതല്ല. വഇന്നമാ ഹുവ മിൻ തദ്ബീരിൽ ലതീഫ് ബി, ലതീഫായ അങ്ങേയറ്റം അനുകമ്പ കാണിക്കുന്ന അള്ളാഹു എന്നോട് കാണിച്ച ആ അള്ളാഹു എന്നെ വളർത്തിക്കൊണ്ടുവന്ന ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിന്റെ ഔദാര്യമായിരുന്നു. ഫഇന്നി അദ്കുറു നഫ്സി വലി ഹിമ്മത്തുൻ ആലിയ, ഞാൻ ഓർക്കുന്നു എനിക്ക് വളരെ ഉന്നതമായ അഭിലാഷങ്ങൾ ഉണ്ടായിരുന്നു. വാന ഫിൽ മക്തബി ഇബ്നു സിത്തി സിനീൻ, 6 വയസ്സുള്ളപ്പോൾ ഞാൻ മക്തബുകളിലായിരുന്നു. 6 വയസ്സുള്ളപ്പോൾ മക്തബുകളിലായിരുന്നു. ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് പിന്നീട് സയ്യിദുൽ ഖാത്തിറിലെല്ലാം പറയുന്നുണ്ട്, 20 വയസ്സാകുമ്പോഴേക്കും ഞാൻ 2000-ഓളം കിതാബുകൾ വായിച്ചു തീർത്തിട്ടുണ്ട്. 2000-ഓളം കിതാബുകൾ അദ്ദേഹം വായിച്ചു തീർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം പഠിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. അത്ര ഒരു മഹത്തായിട്ടുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ. അദ്ദേഹം പറയാണ്, 6-ാം വയസ്സിൽ ഞാൻ മക്തബകളിലാണ്. വാന ഖരീനു സുബിയാനിൽ കിബാർ, ഞാൻ എന്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒപ്പമല്ല കൂടിയിരുന്നത്, പ്രായമുള്ള കുറച്ചുകൂടി വലിയ കുട്ടികളുടെ ഒപ്പമായിരുന്നു. ഖദ് റുസിഖ്തു അഖ്ലൻ വാഫിറൻ ഫി സിഗർ യസീദു അലാ അഖ്ലി ശുയൂഖ്, എനിക്ക് ചെറുപ്പത്തിൽ തന്നെ വലിയ ആളുകളെ പോലെ ചിന്തിക്കാനുള്ള ബുദ്ധി എനിക്ക് അല്ലാഹു തആല നൽകിയിരുന്നു. അഥവാ നല്ല ബുദ്ധി ചെറുപ്പത്തിലേ നൽകിയിട്ടുണ്ട്. ഫമാ അദ്കുറു അന്നി ലഅബ്തു ഫീ തരീഖിൻ മഅ സിബിയാൻ ഖത്ത്, ഞാൻ ഓർക്കുന്നതന്നെയല്ല, ഞാൻ ഈ വഴികളിൽ കുട്ടികളുടെ ഒപ്പം കളിച്ചു നടന്നൊരു കാലം എനിക്ക് ഉണ്ടായിട്ടല്ല. വലാ ദഹിഖ്തു ദഹികൻ ഖാരിജൻ, ഞാൻ പൊട്ടിച്ചിരിച്ച് നടക്കുന്ന ഒരു അവസ്ഥയിലും ഞാൻ ഉണ്ടായിട്ടില്ല. ഹത്താ ഇന്നി കുൻതു വലി 7 സിനീൻ, അങ്ങനെ ഞാൻ എനിക്ക് 7 വയസ്സുള്ളപ്പോൾ ഔ നഹ്വഹ അഹ്ദുർ റഹ്ബത്തൽ ജാമി, 7 വയസ്സുള്ള കാലത്ത് ഞാൻ മസ്ജിദുകളിലെ ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുമായിരുന്നു, അവിടെ പങ്കെടുക്കുമായിരുന്നു. ഫലാ തഖയ്യറു ഹലഖത മുശ്അബിദിൻ, ഞാൻ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ നടക്കുന്ന അങ്ങനെയുള്ള സദസ്സുകളിൽ ഞാൻ ഇരിക്കാറില്ല. ബൽ അത്ലുബുൽ മുഹദ്ദിസ്, ഞാൻ മസ്ജിദുകളിൽ ആരാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്, ഹദീസ് പഠിപ്പിക്കുന്നത് നോക്കുമായിരുന്നു. ഫയതഹദ്ദസു ബിസ്സൈരി ഫഅഹ്ഫദു ജമീഅ മാ അസ്മഉഹു,
അങ്ങനെ അയാൾ പറയുന്ന ഒരു മുഹദ്ദിസ് പറയുന്ന ഹദീസുകൾ അവിടെ നിന്ന് ഞാൻ കേൾക്കുന്നതെല്ലാം ഹിഫ്ളാക്കും. വദ്ഹബു ഇലൽ ബൈതി ഫഅക്തുബുഹു, വീട്ടിലെത്തിയാൽ ഞാൻ അതെല്ലാം എഴുതി വെക്കുമായിരുന്നു. വലഖദ് വഫഖ ലി ശൈഖുനാ, അങ്ങനെ എനിക്ക് തൗഫീഖ് നൽകപ്പെട്ട എന്റെ ഉസ്താദ് ഷെയ്ഖ് അബുൽ ഫദ്ൽ ഇബ്ൻ നാസിർ റഹിമഹുല്ലാഹ്, ബഗ്ദാദിലുണ്ടായിരുന്ന മുഹദ്ദിസാണ്. അദ്ദേഹത്തെ എനിക്ക് നൽകപ്പെട്ടു. അള്ളാഹുവിന്റെ വലിയ തൗഫീഖ് ആയിട്ട് പറയാണ്. വകാന യഹ്മിലുനി ഇല ശുയൂഖ്, അദ്ദേഹം എന്നെ കൊണ്ട് ഓരോ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോകും. ഫഅസ്മഅനി അൽ മുസ്നദ്, ഇമാം അഹ്മദിന്റെ മുസ്നദ്, അത് അവർ പഠിപ്പിക്കുന്നത് എന്നെ കേൾപ്പിക്കുമായിരുന്നു. വഗൈറഹു മിനൽ കുതുബിൽ കിബാർ, അങ്ങനെ വലിയ വലിയ കിതാബുകൾ ഞാൻ കേൾക്കുമായിരുന്നു. മുസ്നദ് നമുക്കറിയാം ഹദീസിന്റെ വിഷയത്തിൽ 30,000-ഓളം ഹദീസുകൾ ക്രോഡീകരിച്ച കിതാബാണ്. അതുപോലെ വലിയ വലിയ കിതാബുകൾ അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ അദ്ദേഹം കേൾക്കുമായിരുന്നു. വഅന ലാ അഅലമു മാ യുറാദു മിന്നി, എനിക്ക് മനസ്സിലായിരുന്നില്ല ഈ ഷെയ്ഖ് എന്നെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്ര വലിയ കിതാബ് പഠിക്കണ ഇതിൽ എന്തിനാണ് എന്നെ കൊണ്ടുപോയിരിക്കുന്നത് എനിക്ക് അന്ന് മനസ്സിലായില്ല. കാരണം ഒരു ഉസ്താദിനാണ് ഒരു കുട്ടിയുടെ കഴിവ് എത്രയാണെന്ന് ഏറ്റവും അധികം മനസ്സിലാവുക. ഒരു കുട്ടിക്ക് എത്ര കഴിവുണ്ട് എന്ന് മനസ്സിലാവുക, അതിനനുസരിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോ ഈ കുട്ടിയെ കൊണ്ട് വലിയ കിതാബുകൾ പഠിക്കാൻ സാധിച്ചില്ല. എനിക്ക് അന്ന് മനസ്സിലായില്ല എന്തിനാ ഷെയ്ഖിനെ കൊണ്ട് ഇങ്ങനെ വരുന്നത്. ഈ ഷെയ്ഖ് എന്ത് ചെയ്യുമായിരുന്നു? ഇബ്നുൽ ജൗസി ചെറുപ്പത്തിൽ കേട്ട കിതാബുകൾ എന്തെല്ലാമാണെന്ന് എഴുതി വെക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വലുതായപ്പോ കേട്ട കിതാബുകളെല്ലാം ഈ ഷെയ്ഖ് ഈ ഇബ്നുൽ ജൗസി റഹിമഹുള്ളാഹ്ക്ക് കാണിച്ചു കൊടുത്തു. മരണം വരെ അദ്ദേഹത്തിന്റെ ഒപ്പം ഇബ്നുൽ ജൗസി റഹിമഹുള്ളാഹ് ഉണ്ടായിരുന്നു. ഫനീൽതു ബിഹി മഅരിഫത്തുൽ ഹദീസ് വന്നഖൽ, അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ട് എനിക്ക് ഹദീസിനെ കുറിച്ചും ഹദീസിന്റെ സനദുകളെ കുറിച്ചുമെല്ലാം അറിവ് ലഭിച്ചു. ولقد كان الصبيان ينزلون الى دجلة ويتفرجون على الجسر, കുട്ടികൾ അവിടെ അരുവിയിലും പാലങ്ങളിലുമെല്ലാം കളിച്ചും ചിരിച്ചും നടക്കുന്ന കാലത്ത് വഅന ഫീ സമനി സിഗർ, ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആഖുദു ജുസ്അൻ, എന്തെങ്കിലും ഒരു കിതാബ് എടുക്കും. വഅഖഉദു ഹുജ്സതൻ മിനൻ നാസ് ഇലാ ജാനിബ് ഫഅതശാഗലു ബിൽ ഇൽം, ഞാൻ മാറി നിന്നിട്ട് ആ കിതാബുകൾ വായിച്ചുകൊണ്ട് ഇൽമിൽ മുഴുകുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ثم ألهمت الزهد فسردت الصوم, അങ്ങനെ ഞാൻ വലുതായപ്പോൾ എനിക്ക് ദുനിയാവിനോടുള്ള വിരക്തി ഉണ്ടായി, അത് മനസ്സിലായി. അങ്ങനെ ഞാൻ നോമ്പ് എടുക്കാൻ തുടങ്ങി സ്ഥിരമായി, അഥവാ സുന്നത്തായ ദിവസങ്ങളിൽ ഒന്നരാടവും തിങ്കളും വ്യാഴവും ദിവസങ്ങളിൽ ഞാൻ നോമ്പെടുത്തു. വതശാഖൽതു ബിത്തഖല്ലുൽ മിന അത്'ആം, ഞാൻ എന്റെ ഭക്ഷണം കുറച്ചു. കാരണം യുവാവാകുമ്പോൾ അവന് വൈകാരികമായ ശഹ്വത്തുകൾ ഉണ്ടാകും. ശഹ്വത്തുകൾ ഉണ്ടാക്കുന്നതിൽ പ്രധാന ഘടകം എന്താണ്? ഭക്ഷണമാണ്. ഞാൻ ഭക്ഷണം കുറച്ചു. വൽജംതു നഫ്സി അസ്സബ്റ ഫസ്തമറത് വശമ്മറത് വലാസംതു വആലജ്തു അസ്സഹർ, അങ്ങനെ എന്റെ നഫ്സിനെ ഞാൻ പരിശീലിപ്പിച്ചു, അതിൽ ക്ഷമ കൊണ്ടു, അതിനെ ശീലിപ്പിച്ചു. ഭക്ഷണം കുറക്കുന്നതിലും അതുപോലെ രാത്രി ഉറക്കം ഒഴിവാക്കുന്നതിലും, അഥവാ ഉറക്കം കുറക്കുന്നതിലും. കാരണം രാത്രി ഇബാദത്തിലും പഠനത്തിലും മുഴുകാൻ വേണ്ടി ഉറക്കം കുറക്കുന്നതിലും ഒരു ത്വാലിബുൽ ഇൽമ് അവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വലമ്മാ ഖനഅ ബിഫന്നി മിനൽ ഉലൂം, അറിവിലെ ഒരു ഫന്നിനെ തൊട്ട് ഞാൻ തൃപ്തിപ്പെട്ടില്ല. ഇപ്പൊ ചില ആളുകൾ ഉണ്ടാവും, ഖുർആനാണ് പഠിക്കുന്നെങ്കിൽ ഖുർആനിന്റെ മാത്രം, ചിലപ്പോ അതിന്റെ പാരായണമാകാം, അതിന്റെ ഖിറാഅത്തുകളാം, അതിൽ മാത്രം ഒതുങ്ങും. ചില ആളുകൾ തഫ്സീർ ആണെങ്കിൽ തഫ്സീറുകളിൽ മാത്രം, ചില ആളുകൾ ഹദീസ് ആണെങ്കിൽ ഹദീസിൽ മാത്രം, ചില ആളുകൾ ഫിഖ് ആണെങ്കിൽ ഫിഖ്, ചില ആളുകൾ ഉസൂൽ ആണെങ്കിൽ ഉസൂൽ, ചില ആളുകൾ ഭാഷയാണെങ്കിൽ ഭാഷ. അങ്ങനെ ഒരു ഫന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കും. അദ്ദേഹം പറയാണ്, ഒരു ഫന്ന് മാത്രം എനിക്ക് മതിയായില്ല. ബൽ കുൻതു അസ്മഉൽ ഫിഖ്ഹ വൽ വഅള വൽ ഹദീസ് വഅത്ബഉ സുഹാദ്, ഞാൻ എന്ത് കേട്ടു? ഫിഖ് പഠിച്ചു, ഉപദേശങ്ങൾ കേൾക്കും, ഹദീസ് കേൾക്കും. ജുഹാദുകൾ, ജാഹിദീങ്ങളായ ആളുകളുടെ ഒപ്പമാണ് ഞാൻ പോയിരുന്നത്, ഞാൻ ഉണ്ടായിരുന്നത്. ثم قرأت اللغة, പിന്നെ ഞാൻ ഭാഷ പഠിച്ചു. ولم أترك أحدا ممن يروي ويعظ, റിവായത്ത് ഹദീസ് റിവായത്ത് ചെയ്യുന്നവരും അതുപോലെ ദീന് പ്രചരിപ്പിക്കുന്ന ആളുകളെ ഞാൻ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. വലാ ഗരീബൻ യഖ്ദുമു ഇല്ലാ വഅഹ്ദുറുഹു, അങ്ങനെ ആരെങ്കിലും പഠിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഹദീസുകളെല്ലാം പഠിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോകും, ഒരാൾ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. വതഖയ്യറുൽ ഫവായിൽ, ഏറ്റവും ശ്രേഷ്ഠതകൾ ഞാൻ തേടിക്കൊണ്ടിരുന്നു. വകുൻതു ഇദാ അറദ ലി അംറാൻ ഉഖദ്ദിമു ഫി അഗ്ലബിൽ അഹ്വാലി ഹഖ്ഖൽ ഹഖ്, രണ്ട് കാര്യങ്ങൾ എന്റെ മുമ്പിൽ വന്നു വിചാരിക്കുക, രണ്ട് കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ട ഒരു സമയം വന്നു വെച്ചാൽ അള്ളാഹുവിനോടുള്ള ഹഖ് എന്താണോ അതിനെ ഞാൻ പ്രാധാന്യം കൊടുക്കുക, അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണോ അതിന് ഞാൻ പ്രാധാന്യം കൊടുക്കും. എന്നിട്ട് പറയാണ്, ഫഅഹ്സന തദ്ബീരി വതർബിയതി, അള്ളാഹു എന്നെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നു. വഅജ്റാനി അലാ മാ ഹുവൽ അസ്ലഹു ലി,
എനിക്ക് ഏറ്റവും ഉത്തമമായ രീതിയിൽ എന്റെ കാര്യങ്ങളാക്കി എനിക്ക് പ്രതിഫലം നൽകി. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു. എനിക്കെതിരെ ഉണ്ടായിരുന്ന ശത്രുക്കൾ, അസൂയാലുകൾ, അവരുടെ തന്ത്രത്തിൽ നിന്നെല്ലാം എന്നെ രക്ഷപ്പെടുത്തി, അവരെല്ലാം പ്രതിരോധിച്ചു. ഇൽമിനുള്ള വഴികൾ എനിക്ക് ഒരുക്കി തന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കിതാബുകൾ എനിക്ക് എത്തിച്ചു തന്നു. എനിക്ക് അല്ലാഹു ഫഹ്മ് നൽകി, കാര്യം മനസ്സിലാക്കാനുള്ള കഴിവ് നൽകി, പെട്ടെന്ന് ഹിഫ്വാക്കാനുള്ള കഴിവ് നൽകി, കാര്യങ്ങൾ കിതാബുകൾ എഴുതാനുള്ള കഴിവ് നൽകി. വലം യഊസുനി ശൈഅൻ മിനദ് ദുനിയ, ദുനിയാവിൽ ഒന്നും തന്നെ എനിക്ക് അതുകൊണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. ബൽ സാഖ ഇലയ്യ മിനർ റിസ്ഖി മിഖ്ദാറൽ കിഫായ വഅസിയത, എനിക്ക് ആവശ്യമായിട്ടുള്ള റിസ്ഖ് എന്നിലേക്ക് എത്തിയിരുന്നു, എനിക്ക് എന്നിലേക്ക് ഒഴുകിയെത്തിയിരുന്നു, അല്ലെങ്കിൽ അതിലധികമായിട്ട്. പല ആളുകൾക്കും പേടി ഉണ്ടാവുന്ന ഒരു വിഷയമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായി വിചാരിക്കുമ്പോ പിന്നെ അയാളുടെ ജീവിതം എങ്ങനെയായിരിക്കും? സ്വാഭാവികമാണ്. അദ്ദേഹം പറയാണ്, എനിക്ക് ആവശ്യമുള്ള റിസ്ഖ് എന്നിലേക്ക് എത്തിയിരുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എനിക്ക് എത്തിയിരുന്നു. ആളുകളുടെ ഇടയിൽ, മനുഷ്യരുടെ ഇടയിൽ എനിക്ക് സ്വീകാര്യത നൽകി, പരിധി അപ്പുറത്ത്, എനിക്കുണ്ടാകേണ്ട പരിധിയേക്കാൾ അപ്പുറത്ത്. ഞാൻ പറയുന്ന വാക്കുകളെ കുറിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്നൊരു സംശയം തോന്നാത്ത വിധം എനിക്ക് സ്വീകാര്യത അവരുടെ കൽബിൽ അള്ളാഹു ഇട്ടു തന്നു. വഖദ് അസ്ലമ അലാ യദയ്യ നഹ്വ 200 മിൻ അഹ്ലി ദിമ്മ, 200ഓളം ദിമ്മികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ജിസിയ കൊടുത്ത് ജീവിക്കുന്ന ആളുകൾക്കാണ് ദിമ്മികൾ, കാഫിറുകൾക്കാണ് പറയുക. അതിൽ 200ഓളം പേർ ഞാൻ എന്റെ കൈകൊണ്ടല്ല, ഞാൻ മുഖേന ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. വലഖദ് താബ ഫീ മജാലിസി, എന്റെ മജ്ലിസുകളിൽ അക്തർ മിൻ 100,000, 1,00,000-നേക്കാൾ കൂടുതൽ ആളുകൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്, ഫുസാഖുകൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. വഖദ് ഖതഅതു അക്തർ മിൻ 20,000 സാലിഫ് മിമ്മ യതആനാഹു അൽജുഹാൽ, ജഹലിലായിരുന്ന 20,000-ഓളം ആളുകൾ അവർ പിന്നീട് ഇൽമിലേക്കും നല്ല ഇസ്തിഖാമത്തിലേക്കും വന്നെത്തിയിട്ടുണ്ട്. വലഖദ് കുൻതു അദൂറു അലൽ മശായിഖ് ലിസമാഇൽ ഹദീസ്, ഞാൻ ഹദീസ് കേൾക്കാൻ വേണ്ടി ഓരോ ഉസ്താദുമാരുടെ അടുക്കിലേക്ക് പോകുമായിരുന്നു. ഫയൻഖതിഉ നഫ്സി മിനൽ അദ്വി ലിഅല്ലാ ഉസ്ബഖ, ഞാൻ കിതച്ചുകൊണ്ട് മുന്നേറുമായിരുന്നു, എന്നെ വേറൊരാൾ മുൻകടന്നെത്തരുത്, ഞാൻ ആദ്യം എത്തണം എന്നുള്ളതുകൊണ്ട്. വകുൻതു ഉസ്ബിഹു വലൈസ ലീ മഅക്കൽ, ചില ദിവസങ്ങളിൽ രാവിലെ എനിക്ക് ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. വഉംസി വലൈസ ലീ മഅക്കൽ, വൈകുന്നേരവും എനിക്ക് ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. മാ അദല്ലനി അല്ലാഹു ലിമഖ്ലൂഖിൻ ഖദ്, പക്ഷെ അല്ലാഹു ഒരു സൃഷ്ടിയുടെ മുമ്പിൽ എന്നെ നിന്ദനാക്കിയിട്ടില്ല. വലാകിന്നഹു സാഖ റിസ്ഖി ലിസിയാനതി ഇർദി, എന്റെ ഇസ്സത്ത് നിലനിർത്തുന്ന തരത്തിൽ എനിക്ക് ഉപജീവനം നൽകിയിട്ടുണ്ട്. ഒരാളുടെ മുമ്പിൽ നിന്ദനായിട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. വലൗ ശറഹ്തു അഹ്വാലി ലതാല അശ്ശർഹ്, ഞാനത് വിശദീകരിക്കാൻ തുടങ്ങിയാൽ കുറെ എഴുതേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്താൻ. എന്നിട്ട് പറഞ്ഞു, വഹാ അന ഖദ് തറാമ അലത് ഹാലി ഇലൈഹി, എന്റെ അവസ്ഥ ഞാൻ ഇവിടെ പറഞ്ഞു. വഅന അജ്മഉഹു ലക ഫീ കലിമത്തിൻ വാഹിദ, ഇതെല്ലാം ഞാൻ ഒരൊറ്റ കലിമത്തിൽ ചുരുക്കുകയാണ്. വഹിയ ഖൗലുഹു തആല, അത് അല്ലാഹുവിന്റെ വാക്കാണ്. സൂറത്തുൽ ബഖറയിലെ 282-ാമത്തെ ആയത്തിലെ ഒരു ഭാഗം, വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹു നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലഭിച്ച ആ നിഅമത്തുകളും അവസരങ്ങളും എല്ലാം പറഞ്ഞിട്ട് അത് അദ്ദേഹം എന്തിലേക്കാണ് ചേർത്തി പറയുന്നത്? ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് അവന് അല്ലാഹു തആല ദീനിന്റെ ഇൽമാവട്ടെ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളാവട്ടെ അല്ലാഹു ഒരുക്കി കൊടുക്കും. ഈ ചരിത്രമെല്ലാം പറഞ്ഞിട്ട് പറയണം, ഇതെല്ലാം ഞാൻ ഒറ്റൊരു കലിമത്തിൽ അല്ലാഹുവിന്റെ വാക്കിൽ പറയുകയാണെന്ന് പറഞ്ഞിട്ട് വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ് എന്നുള്ള ആയത്ത് പറഞ്ഞു. ഇനി വീണ്ടും ഷെയ്ഖ് തുടരുകയാണ്. ഫൻതബിഹ്, നീ ശ്രദ്ധിക്കുക, യാ ബുനയ്യ, മോനെ, ലിനഫ്സിക വൻദം അലാ മാ മളാ മിൻ തഫ്രീതിക, നിനക്ക് അശ്രദ്ധമായിട്ട് നീ അലസമായി വിട്ടുകളഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ ഖേദം നിനക്ക് ഉണ്ടാവട്ടെ. എന്നിട്ട് പറയുകയാണ്, വജ്തഹിദ് ഫി ലഹാഖിൽ കാമിലീന മാ ദാമ ഫിൽ വഖ്തി സഅ, സമയമുള്ളിടത്തോളം കാലം നീ എന്ത് ചെയ്യണം? നീ നിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ പൂർത്തീകരിച്ച നന്മയിൽ മുന്നേറിയ ആളുകളുടെ ഒപ്പം എത്താൻ നീ പരിശ്രമിക്കണം. വസ്തു ഹുസ്നക്, നീ മരക്കൊമ്പിലേക്ക് വെള്ളമൊഴിക്കുക. മാ ദാമത് ഫീഹി റുത്വബ, അതിന് പച്ചപ്പുള്ളിടത്തോളം കാലം.
അതായത് സമയത്തെ ഉപയോഗിക്കേണ്ട കാര്യം പറയുന്നത്. അപ്പൊ ഇത്ര കാലം നീ തെറ്റിലായി പോയി, നീ ഇങ്ങനെ പഴച്ചുപോയി എന്നുള്ളത് എന്താകണ്ട, നിനക്ക് ഖേദത്തിൽ മുഴുകേണ്ട അവസ്ഥയിലേക്ക് നീ ആകേണ്ട. നീ അതിനെ വീണ്ടും നീ ഉപയോഗിക്കണമെന്ന് പറയാണ്. നീ ഇത്ര കാലം നഷ്ടപ്പെടുത്തിയ സമയം എത്ര ഉണ്ടോ ആ സമയമൊക്കെ നിനക്കൊരു ഉപദേശകനായിട്ട് മാറണം. എന്തിനുള്ള ഉപദേശകൻ? കൂടുതൽ മുന്നേറാൻ. മടി കാരണമുണ്ടായിരുന്ന ആസ്വാദനം കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് മുഖേന ശ്രേഷ്ഠമായ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. വഖദ് കാന സലഫു സാലിഹ് റഹിമഹുമുല്ലാഹ്, സലഫു സാലിഹീങ്ങൾ യുഹിബ്ബൂന ജംഅ കുല്ലി ഫളീല, എല്ലാവിധ ശ്രേഷ്ഠതകളും അവര് ഒരുമിപ്പിക്കുമായിരുന്നു. വയബ്കൂന അലാ ഫവാതി വാഹിദത്തിൻ മിൻഹാ, അതിലൊന്ന് അവർക്ക് നഷ്ടപ്പെട്ടാൽ അതിന്റെ മേലെ അവർ കരയുമായിരുന്നു. അതായത് നമുക്ക് മടി കാരണത്താലും അശ്രദ്ധ കാരണത്താലും മറ്റു പല കാരണങ്ങളാലും നഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് ഖേദിച്ചിരിക്കൽ മാത്രമാണോ? അല്ല. ആ നഷ്ടപ്പെട്ടത് ഇനി മുന്നോട്ട് പോവാനുള്ള ഒരു ഉപദേശകനാവണം. എന്നിട്ട് സലഫു സാലിഹീങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്ന ഒന്നിന്റെ മേലെ തന്നെ, ഒരു നന്മയുടെ, ഒരു ഖൈറിന്റെ മേലെ തന്നെ അവർ കരയാറുണ്ടായിരുന്നു എന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുകയാണ്. എന്നിട്ട് സലഫുകളുടെ ചില സംഭവങ്ങൾ അദ്ദേഹം ഇനി ഉദ്ധരിക്കുകയാണ് മകൻ എഴുതുന്ന ഈ കത്തിൽ. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് നഷ്ടപ്പെട്ട സമയം നിനക്കൊരു ഉപദേശകനാകണമെന്ന് പറഞ്ഞ് സലഫുകൾ എങ്ങനെയായിരുന്നു, അവർക്ക് നഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ, മഹത്വങ്ങൾ എത്ര ഗൗരവത്തിലാണ് കണ്ടിരുന്നതെന്ന് പറയുകയാണ്. قال إبراهيم بن أدهم رحمه الله, ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞു, ദഖൽനാ അലാ ആബിദിൻ മരീദിൻ, ഒരിക്കൽ രോഗിയായിട്ടുള്ള അല്ലാഹുവിനെ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ഒരാളുടെ അടുക്കിലേക്ക് ഞങ്ങൾ ചെന്നു. വഹുവ യൻദുർ ഇലാ റിജ്ലൈഹി വയബ്കി, അയാളുടെ കാലുകളിലേക്ക് നോക്കിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖുൽന, ഞങ്ങൾ പറഞ്ഞു, മാ ലക തബ്കി, എന്താണ് നിങ്ങൾ കരയുന്നത്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഫഖാല മഗ്ബറത ഫീ സബീലില്ലാഹ്, ഞാൻ കരഞ്ഞത് എന്റെ ഈ കാലുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊടിപുരണ്ട അവസ്ഥയിൽ ആയിട്ടില്ല, അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിലായ ഒരു അവസ്ഥയിലല്ല ഞാൻ നിൽക്കുന്നത് എന്നാലോചിച്ച് രോഗിയായപ്പോൾ ആബിദായ ഒരു വ്യക്തി കരയാണ്. മറ്റൊരാൾ കരയുകയുണ്ടായി. ഫഖാലു മാ യുബ്കീക്, ചോദിച്ചു എന്താണ് നിങ്ങളെ കരയിപ്പിക്കുന്നത്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, അലാ യൗമിൻ മദാ മാ സുംതുഹു, ഞാൻ നോമ്പ് നോൽക്കാതെ, അഥവാ തുടർച്ചയായി സുന്നത്തായി നോമ്പ് നോൽക്കുന്ന ദിവസം നോമ്പില്ലാതെ എനിക്ക് നഷ്ടപ്പെട്ടു. വഅലയ്യ ലൈലത്തുൻ ദഹബത് മാ ഖുംതുഹാ, ഞാൻ രാത്രി നിസ്കാരിക്കാതെ രാത്രിയും എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ആലോചിച്ച് അവർ കരയുമായിരുന്നു. വഅലം യാ ബുനയ്യ, മോനെ നീ മനസ്സിലാക്കണം, അന്നൽ അയ്യാമ തുബ്സിതു സാആത്ത്, ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മണിക്കൂറുകൾ ചേർന്നതാണ്. വസ്സാആത്ത് തുബ്സിതു അൻഫാസൻ, സമയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ നിന്റെ നിശ്വാസങ്ങളാണ്. വകുല്ലു നഫ്സിൻ ഖിസാനത്തുൻ, കുല്ലു നഫസിൻ ഖിസാനത്തുൻ, ഓരോ ശ്വാസവും അതൊരു ഖജനാവ് പോലെയാണ്, ഒരു നിധിയാണ്. ഫഹ്ദർ അൻ യദ്ഹബ നഫ്സുൻ ബിഗൈരി ഷൈഇൻ, നീ സൂക്ഷിക്കുക, നിന്റെ ഒരു ശ്വാസം, നിന്റെ ഒരു നഫസ് ഒന്നുമില്ലാതെ, ഒരു ഗുണമില്ലാതെ പോകുന്നത് നീ സൂക്ഷിക്കുക. ഫതറാ ഫിൽ ഖിയാമത്തി ഖിസാനതൻ ഫാരിഗതൻ ഫതൻദം, എന്താണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് നിന്റെ ഖജനാവ് നോക്കുമ്പോൾ അതിലൊന്നുമില്ലാതെ കാണേണ്ട അവസ്ഥ വരും. വഖദ് ഖാല റജുലുൻ ലിആമിർ ഇബ്നു അബ്ദി ഖൈസ്, ആമിർ ഇബ്നു അബ്ദി ഖൈസിനോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഖീഫ് ഉകല്ലിമുക്, നിങ്ങളൊന്ന് നിൽക്കി, ഞങ്ങൾ കുറച്ച് വർത്താനം പറയാനുണ്ട്, എനിക്കിനോട് കുറച്ച് വർത്താനം പറയാനുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫഖാല അംസിക് ശംസ്, നീ സൂര്യനെ പിടിച്ചു നിർത്ത്, എന്നാൽ ഞാൻ അവിടെ നിന്നോട് വെറുതെ വർത്താനം പറയാൻ നിൽക്കാന്ന് പറഞ്ഞു. അതായത് സമയം അത്ര വില കണ്ടിരുന്നു. വഖഅദ ഖൗമുൻ ഇൻദ മഅറൂഫ് റഹിമഹുല്ലാഹ്, മഅറൂഫ് റഹിമഹുല്ലാഹയുടെ അടുക്കൽ ഒരു ആളുകൾ വന്നു. അങ്ങനെ അവരവിടെ ഇങ്ങനെ ഇരിക്കുക, അവർ പോകുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അമാ തുരീദൂന അൻ തഖൂമു, നിങ്ങൾ പോകുന്നില്ലേ, അഥവാ അനാവശ്യമായിട്ട് സമയം കളയാണ്, നിങ്ങൾ പോകുന്നില്ലേ? ഫഇന്ന മലിക ശംസ് യജുറുഹാ ലാ യഫ്തുർ, ആ സൂര്യന്റെ രാജാവ് അതിനെന്ത് ചെയ്യാണ്, അതിനെ വലിച്ചുകൊണ്ടുപോവാണ്, അതവിടെ നിൽക്കുന്നില്ല, അഥവാ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. വഫിൽ ഹദീസ്, ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി ഗുരിസത് ലഹു ബിഹാ നഖ്ല ഫിൽ ജന്ന,
ആരാണോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നത് അവന് സ്വർഗത്തിൽ ഒരു ഈന്തപ്പന മരം നടുന്നതാണ് എന്നിട്ട് പറയാണ് ഫംദുർ, മോനെ നീ നോക്കണം, ഇലാ മുദയ്യിഇസ് സആത്ത് കം യഫൂതുഹു മിനൻ നഖീൽ, നീ നഷ്ടപ്പെടുത്തിയ സമയത്ത് എത്രയെത്ര സ്വർഗത്തിലെ ഈന്തപ്പനകളാണ് നീ നഷ്ടപ്പെടുത്തിയത്. അനാവശ്യമായി കളയുന്ന സമയത്ത് ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറഞ്ഞാൽ സ്വർഗത്തിൽ എന്താ കിട്ടുന്നത്? ഒരു ഈന്തപ്പന മരമാണ്. ദുനിയാവിൽ കിട്ടിയ എന്തുണ്ടാവും? ദുനിയാവിൽ ഒരു ഈത്തപ്പഴം കിട്ടിയ എന്തായിരിക്കും? ദുനിയാവിലൊരു ഈത്തപ്പഴം കിട്ടിയാൽ തന്നെ നമ്മൾ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കും. നമ്മുടെ ഒരു നിമിഷത്തിൽ ഒരു ഉപകാരവുമില്ലാതെ സമയം കളയുമ്പോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി പോലെയുള്ള മറ്റു ദിക്റുകളും അത് പറഞ്ഞാലുള്ള നഷ്ടം എത്ര വലുതാണെന്ന് നീ ആലോചിച്ചു നോക്കണം. വഖദ് കാന സലഫ് യഗ്തനിമൂന അൽ-ലഹ്ളാത്ത്, സലഫുകൾ അവരുടെ ഓരോ നിമിഷവും ഉപയോഗിക്കുമായിരുന്നു, അതിൽ നിന്ന് നേട്ടമെടുക്കുമായിരുന്നു. ഫകാന കഹ്മസ് റഹിമഹുല്ലാഹ്, സലഫുകൾപ്പെട്ട കഹ്മസ് റഹിമഹുല്ലാഹ് യഖ്തുമുൽ ഖുർആന കുല്ല യൗമിൻ വലൈലത്തിൻ 3 മർറാത്ത്, ഓരോ ദിവസവും 3 തവണ, രാവും പകലിലും 3 തവണ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തിരുന്നു. വകാന 40 റജുലൻ മിനസ് സലഫ്, സലഫുകൾപ്പെട്ട 40ഓളം ആളുകൾ യുസല്ലൂന സുബ്ഹ ബിവുദൂഇൽ ഇശാ, ഇശാഇന്റെ വുദൂ കൊണ്ട് ഫജ്ർ നിസ്കരിച്ചിരുന്നു. സ്ഥിരമായിട്ടല്ല, ഇടക്കൊക്കെ അവർ രാത്രി മുഴുവൻ നിസ്കാരത്തിലും ഇബാദത്തിലുമായിട്ട് മുഴുകിയ ആളുകളുണ്ട്. വകാനത്ത് റാബിഅത്തുൽ അദവിയ്യ, ഒരു സലഫുകൾപ്പെട്ട ഒരു സ്ത്രീയാണ്. പ്രത്യേകം സലഫിയത്ത് പിൻപറ്റുന്ന സ്ത്രീകളെല്ലാം പഠിക്കേണ്ട ഒരു ചരിത്രമാണ്. അത്ഭുതകരമായിട്ടുള്ള ഒരു സ്ത്രീയാണ് റാബിഅത്തുൽ അദവിയ്യ. ആ സ്ത്രീയെ പറ്റി പറയാൻ തുഹി ലൈല കുല്ല, ആ സ്ത്രീ അധിക ദിവസവും രാത്രിയിൽ കുറച്ച് ഉണ്ടാവുള്ളൂ, രാത്രി മൊത്തം ഇബാദത്തിലായിരിക്കും. ഫൈദാ ത്വലഅൽ ഫജ്റു ഹജഅത് ഹജഅതൻ ഖഫീഫ, അങ്ങനെ രാവിലെ കഴിഞ്ഞാൽ രാത്രി നിസ്കരിച്ച ക്ഷീണം ഉണ്ടാവുമല്ലോ, അപ്പൊ കുറച്ചു നേരം ഒന്ന് മയങ്ങും. ثم قامت فزعة, പെട്ടെന്ന് ഞെട്ടി എണീക്കും. وقالت لنفسها, എന്നിട്ട് സ്വന്തത്തിനോട് പറയും النوم في القبر طويل, ഖബറിൽ ഉറക്കം കുറേയുണ്ട്, ഖബറിൽ ഉറങ്ങാൻ ധാരാളം സമയമുണ്ട് എന്ന് അവർ സ്വന്തത്തിനോട് പറയുമായിരുന്നു. അഥവാ സലഫുകൾ അവരുടെ ആയുസ്സിലെ അവരുടെ സമയത്തെ അവർ പരമാവധി ഉപയോഗിച്ചിരുന്നു. എന്തൊരു നല്ല ഉപദേശങ്ങളാണ് ഒരു ഉപ്പ മകന് കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയാണ് വമൻ തഫക്കറ ഫി ദുനിയ ഖബ്ല അൻ യൂജദ റആ മുദ്ദതൻ തവീല, ആരെങ്കിലും ദുനിയാവിന്റെ അവസ്ഥയെ കുറിച്ച് ഒന്ന് ഉറ്റാലോചിക്കാൻ വിചാരിക്കുക. അവൻ ദുനിയാവിലേക്ക് എത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന കാലം അവനൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും? വല്ല അറ്റം ഉണ്ടാവുമോ? ഇല്ല, നീണ്ടു കിടക്കുകയാണ്. വൈദാ തഫക്കറ ഫീഹാ ബഅദ അൻ യഖ്റുജ മിൻഹാ റആ മുദ്ദതൻ തവീലതൻ, ദുനിയാവൊന്ന് പോയി കഴിഞ്ഞാലുള്ള കാലം ഒന്ന് ആലോചിച്ച് നോക്കിയാലോ വല്ല അറ്റം ഉണ്ടാവുമോ? ഇല്ല, നീണ്ടു കിടക്കുകയാണ്. وعلم أن اللبث بالقبور طويل, അവനറിയാം ഖബറിൽ കുറെ കാലം കിടക്കേണ്ടി വരും. فإذا تفكر في يوم القيامة علم أنه 50,000 سنة, ഖിയാമത്ത് നാളിൽ നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാലോ എന്താണ് അവസ്ഥ? അത് 50 വർഷത്തോളം 50,000 വർഷത്തോളം നിൽക്കുന്നതാണ് ഇവിടുത്തെ ഒരു ദിവസം വെച്ച് നോക്കുമ്പോൾ. فإذا تفكر في اللبس في الجنة أو النار, സ്വർഗത്തിലും നരകത്തിലുമുള്ള താമസത്തിനെ കുറിച്ച് ആലോചിച്ചാലോ علم أنه لا نهاية له, അതിന് ഒരു അറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല, അതിന് അവസാനമില്ല. فإذا عاد إلى النظر في مقدار بقائه في الدنيا, ഇനി ദുനിയാവിലുള്ള നിന്റെ ജീവിതത്തിനെ കുറിച്ച് നീ ആലോചിച്ചാലോ. ഇതൊക്കെ രണ്ടറ്റം ആലോചിച്ചാല് അറ്റല്ലാതെ കിടക്കുകയാണ്. അതിനെ വെച്ചിട്ട് ദുനിയാവിനെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്നിട്ട് പറയാണ് ഫറദ്ന 60 സന, നമുക്ക് പറഞ്ഞിട്ടുള്ള ആയുസ് എത്രയാണ്? 60 വർഷം. ഹദീസിൽ വന്ന പോലെ 60-70 ഇടയിൽ ഒരു 60 ഇദ്ദേഹം പറയാം. മസലൻ ഫഇന്നഹു യംദി മിൻഹാ 30 സന ഫി النوم, അവൻ എങ്ങനെ നോക്കിയാലും ആ 60 വർഷത്തിൽ ഒരു 30ഓളം വർഷം എങ്ങനെ പോയിട്ടുണ്ട്? ഉറങ്ങിയിട്ട് തീർത്തിട്ടുണ്ടാവും. 60 വർഷം ആയുസിട്ട് ഒരാൾക്ക് 20-30 വർഷത്തിന്റെ ഇടയിൽ അവൻ ഉറങ്ങി തീർത്തിട്ടുണ്ടാവും. വനഹ്വ മിൻ 15 ഫി സിബാഹ്, 15 വർഷം എന്തായി? കുട്ടിയായിട്ടും പോയി. 15 വർഷം കുട്ടിയായിട്ടും അങ്ങനെ പോയിട്ടുണ്ടാവും. ഫൈദാ ഹസബൽ ബാഖി, ഇങ്ങനൊക്കെ കണക്ക് കൂട്ടിയിട്ട് ബാക്കി നോക്കി കഴിഞ്ഞാലോ കാന അക്തറുഹു ഫി ശഹവാതി വൽ മതാഇം വൽ മകാസിബ്, ബാക്കിയുള്ള സമയമൊക്കെ എന്തിനാ? അവന്റെ ഇച്ഛകൾ തീർക്കുന്നിടത്ത്, ഭക്ഷണം കഴിക്കുന്നിടത്ത്, അവൻ ബാക്കിയുള്ള കാര്യങ്ങൾ സമ്പാദിക്കുന്നിടത്തും അതിൽ മുഴുകിയിട്ടും പോയി. ഫൈദാ ഖലസ മാലിൽ ആഖിറ, ഇനി പരലോകത്തേക്ക് എന്താ ബാക്കിയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഫി ശഹവാതിൽ മതാഇ വൽ മകാസിബ്, ഈ കാര്യങ്ങളിൽ ഇനി എന്താ പരലോകത്തേക്ക് സമയം ബാക്കിയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഫൈദാ ഖലസ മാലിൽ ആഖിറതി വജദ ഫീഹി മിന ദിയാ വൽ ഗഫ്ലതി കസീറ, ഇനി പരലോകത്തേക്ക് ചെയ്ത സമയം ഉണ്ടാവുമല്ലോ, അതിൽ തന്നെ എന്താ ഉണ്ടാവുക? കുറെ ദിയാവും ഗഫ്ലത്തും ആയിരിക്കും. നമ്മൾ കുറെ നിസ്കരിച്ചു, എത്ര നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ടാവും? ദിയാ എത്രയിൽ വന്നിട്ടുണ്ടാവും?
ഗഫ്ലത്ത് എത്രയിൽ വന്നിട്ടുണ്ടാവും? അതിൽ തന്നെ ഇങ്ങനെ കുറെ പോയിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തു കൊടുത്തിട്ടാ നീ പരലോകം വാങ്ങാൻ നോക്കുന്നത്? പരലോകം വാങ്ങാൻ നിന്റെ കയ്യിൽ എന്താണുള്ളത്? ദുനിയാവിലുള്ള സമയമാണ് പരലോകത്തിന്റെ വില. ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന സമയമുണ്ടല്ലോ, അതെങ്ങനെ ചെയ്തു എന്നുള്ളതാ പരലോകത്തിന്റെ വില. ഒരു 60 വർഷത്തിൽ ഇങ്ങനെ ഈ വർഷങ്ങളൊക്കെ പോയിട്ട് പിന്നെ എന്തു കൊടുത്തിട്ടാണ് നീ പരലോകം വാങ്ങാൻ നോക്കുന്നത് എന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് മകനോട് ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഓരോരുത്തരും വളരെയധികം ആലോചിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് പറയാണ്, വലാ യുഇസുക യാ ബുനയ്യ മിനൽ ഖൈരി മാ മളാ മിന തഫ്രീത്. മോനെ, ഇനി നീ നിരാശയിലാവണ്ട. പേടിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. എന്നിട്ട് പറയാണ്, നിനക്ക് നഷ്ടപ്പെട്ട ഖൈറുകൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നീ എന്താവണ്ട, നീ നിരാശപ്പെടണ്ട. ഫഇന്നഹു ഖദ് ഇൻതബഹ ഖൽഖുൻ കസീറുൻ ബഅദ الرقاد الطويل. ഒരുപാട് ആളുകൾ അശ്രദ്ധമായിട്ടുള്ള കാലം ജീവിച്ചതിന് ശേഷം അവർ മാറി വന്നിട്ടുണ്ട്. അവര് അതിൽ നിന്ന്, ആ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. ഫഖദ് ഹദ്ദസനി അശ്ശൈഖ് അബൂ ഹക്കീം എന്നുള്ള ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അൻ ഖാദി അൽ ഖുദാ അശ്ശൈഖ് അബുൽ ഹസൻ അദ്ദാമിഗാനി റഹിമഹുല്ലാഹ്. ഖാലിയായിരുന്ന അബുൽ ഹസൻ അദ്ദാമിഗാനി റഹിമഹുല്ലാഹയെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, കുന്തു ഫീ സബുവതി മുതശാഗിലൻ ബിൽ ബതാലതി ഗൈറ മുൽതഫിതിൻ ഇലൽ ഇൽം. എന്റെ ചെറുപ്പത്തിൽ ഞാൻ അനാവശ്യമായ കാര്യങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു, അറിവ് നേടുന്നതിലൊന്നും സമയം കൊടുത്തിട്ടില്ല. ഫഹ്ദറനി അബു അബ്ദില്ലാ, എന്റെ ഉപ്പ, അദ്ദേഹം ഖാലിയാണ്, മകൻ പറയാണ്, പിന്നീട് ഖാലിയായിട്ടുള്ള മകൻ പറയാണ്, എന്റെ ഉപ്പ ഒരു ദിവസം എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, വഖാലലി യാ ബുനയ്യ, മോനെ, ലസ്തു അബ്ഖാ ലക അബദാ, ഞാൻ നിനക്ക് എല്ലാ കാലവും ഇവിടെ ജീവിച്ചിരിക്കൂല, ഞാൻ എപ്പോഴും ഞാൻ ഉണ്ടാവില്ല. ഫഖുദ് 20 ദീനാറൻ, ഇതാ 20 ദീനാർ ഉണ്ട്, അത് നീ എടുത്തുകൊള്ളുക. വഫ്തഹ് ലക ദുക്കാന ഖബ്ബാസിൻ വതകസ്സബ്, നീ ഒരു റൊട്ടിയുടെ കട തുടങ്ങിയിട്ട് നീ എന്ത് ചെയ്തോ, കച്ചവടം ചെയ്തു എന്ന് പറഞ്ഞു. ഫഖുൽതു ലഹു മാ ഹാദൽ കലാം. അപ്പൊ ഈ പിന്നീട് ഖാലിയായിട്ടുള്ള മോൻ ചോദിച്ചു, ഇതെന്തിനാ നിങ്ങൾ ഇപ്പൊ എന്നോട് ഇത് പറയുന്നത്? ഖാല ഫഫ്തഹ് ദുക്കാന ബസ്സാസ്, നീ ഒരു തുണിക്കട തുടങ്ങിക്കോ പറയും. ഫഖുൽതു കൈഫ തഖൂലു ലി ഹാദാ വഅന ബിൽ ഖാദി അൽ ഖുദാ അബി അബ്ദുല്ലാ ദാമിഗാനി. എന്താ പറയുന്നത്? ഞാൻ ഇവിടുത്തെ ഖാലിയായിട്ടുള്ള ആളുടെ മകനാണ്, എന്നോടാണോ കച്ചവടം ചെയ്യാൻ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്താ ഇങ്ങനെ പറയണെന്ന് ചോദിച്ചു. അപ്പൊ വാപ്പ പറഞ്ഞു, ഫമാ അറാക തത്ലുബുൽ ഇൽം, ഞാൻ നീ ഇൽമ നേടുന്നതായിട്ട് കാണുന്നില്ല, നീ സമയം വെറുതെ കളയാണ്. ഫഖുൽതു, അപ്പൊ മാമൻ പറഞ്ഞു, ഉദ്കുർലി അദ്ദർസ സഅ, എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം, എന്നെ ഉപദേശിക്കണം പറഞ്ഞു. ഫദക്കറലി, അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഫഅഖ്ബൽതു അല തശാഗുൽ ബിൽ ഇൽം, അങ്ങനെ അദ്ദേഹം ഇൽമിൽ മുഴുകി. فعند ذلك أقبلت على الاشتغال بالعلم واجتهدت ففتح الله تعالى. അങ്ങനെ അല്ലാഹു അദ്ദേഹത്തിന് ഇൽമിലേക്കുള്ള തുറവി കൊടുത്ത് അദ്ദേഹം അതിൽ പരിശ്രമിച്ച് പിന്നീട് അദ്ദേഹമാണ് അവിടെ ഖാദിയായിട്ട് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ അശ്രദ്ധമായി സമയം കളഞ്ഞു, നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് എന്തിനല്ല, നമുക്ക് ഖേദിച്ച് നിരാശപ്പെട്ടു പോകാനുള്ളതല്ല, നമുക്ക് മാറാൻ പറ്റും. ഇൽമിന്റെ വിഷയത്തിൽ പഠിക്കാൻ ഇനിയും സമയമുണ്ട്. നമ്മൾ മുൻഗാമികളുടെ ചരിത്രം നോക്കിയാലും, ഈ അടുത്ത ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ്, അദ്ദേഹം 30 വയസ്സിന് ശേഷമാണ് പഠിക്കാൻ തുടങ്ങുന്നത്. 30 വയസ്സിന് ശേഷമാണ്, അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. അതായത് ദീനിയായിട്ടുള്ള എന്താണ് ഷിഈസം എന്നോ എന്താണ് അഹ്ലുസുന്ന എന്നോ ഒന്നും അറിയാത്ത ഷെയ്ഖാണ് ഇന്ന് അഹ്ലുസുന്നയ്ക്ക് വേണ്ടി പടപൊരുതി ആളായിട്ട് നമ്മൾ പഠിക്കുന്നത്. 30 വയസ്സിന് ശേഷമാണ്. നമുക്കൊരിക്കലും വൈകിയിട്ടില്ല, നമ്മളൊരിക്കലും വൃദ്ധനായിട്ടില്ല, എനിക്കിതൊന്നും പറ്റൂല എന്ന് പറയാനും ആയിട്ടില്ല, നമുക്ക് സാധിക്കും. وحكى لي بعض أصحاب أبي محمد الحلواني رحمه الله. മറ്റൊരു പണ്ഡിതന്റെ കഥ പറയാണ്, അബി മുഹമ്മദ് അൽ ഹൽവാനി. മാത അബി വഅന ഇബ്നു 21 സന. അദ്ദേഹം പറയാണ്, എന്റെ ഉപ്പ എനിക്ക് 21 വയസ്സുള്ളപ്പോൾ മരിച്ചു. وكنت موصوفا للبتالة فأتيت أتقاضى بعض سكان دار قد ورثتها فسمعتهم يقولون جاء المدبر الربيت. അങ്ങനെ വാപ്പ മരണപ്പെട്ടപ്പോ വാപ്പാന്റെ അനന്തരമായിട്ട് കിട്ടിയ ഒരു വീടോ മറ്റോ അതിന്റെ ആളുകളെ ഒഴിവാക്കിയ വീട് എടുക്കാൻ വേണ്ടിയിട്ട്, അതിൽ താമസിക്കുന്നവരെ മാറ്റി എടുക്കാൻ വേണ്ടി ചെന്നപ്പോ അവരെന്തോ മോശമായിട്ട് ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് കേട്ടു. ഫഖുൽതു ലിനഫ്സി, അദ്ദേഹം പറയാണ്, അദ്ദേഹം സ്വന്തത്തിനോട് ചോദിച്ചു, യുഖാലു അന്നി ഹാദാ, എന്നെ പറ്റിയാണ് ഇവരിങ്ങനെ പറയുന്നത്. ഫജിഅ്തു ഇലാ വാലിദതി, അങ്ങനെ അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ ഉമ്മാന്റെ അടുത്തെത്തി. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഇദാ അറദ്തി തലബി ഫതുലുബീനി മിൻ മസ്ജിദി ഷെയ്ഖ് അബുൽ ഖത്താബ്. അന്നത്തെ ഒരു പണ്ഡിതൻ ഹദീസ് പഠിപ്പിക്കുന്ന മസ്ജിദ്, ഇനി എന്നെ കാണണമെങ്കിൽ നിങ്ങൾ അവിടെ വന്നിട്ട് ചോദിച്ചാൽ മതി പറഞ്ഞു. വലാസംതുഹു ഫമാ ഖറജ്തു ഇല്ലാ
ഇലൽ ഖദാ ഫസൂർതു ഖാദിയൻ മുദ്ദതൻ. അദ്ദേഹം പഠിച്ച് അദ്ദേഹം അവിടെ ഖാദിയായി. ഖുൽതു ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് പറയാണ് വറഅയ്തുഹു അന വഹുവ യുഫ്തി വയുനാദിർ. അദ്ദേഹം ഫത്വ കൊടുക്കുന്ന സമയത്ത്, ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു ഫഅൽജിം നഫ്സക യാ ബുനയ്യ, മോനെ നീ നിന്റെ നഫ്സിനെ പിടിച്ചു നിർത്തുക. അലിൻതിബാഹ ഇൻദ തുലൂഇൽ ഫജ്രി വലാ തതഹദ്ദസ് ബിഹദീസി ദുനിയ. നീ ഒരു ത്വാലിബുൽ ഇൽം അല്ല, ഒരു മുഅ്മിൻ അവന്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയാണ്, പ്രത്യേകിച്ച് ത്വാലിബുൽ ഇൽമിനോട്. നീ ഫജ്ർ ആയി കഴിഞ്ഞാൽ, ഫജ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കഴിഞ്ഞാൽ ദുനിയാവിന്റെ സംസാരങ്ങളിൽ നീ മുഴുകരുത്. ഫഖദ് കാന അസ്സലഫു സ്സാലിഹ് റഹിമഹുമുല്ലാഹ് ലാ യതകല്ലമൂന ഫീ ദാലികൽ വഖ്ത് ബിശൈഇൻ മിൻ ഉമൂരി ദുനിയ. ആ സമയത്ത് സലഫു സ്സാലിഹ്കൾ എന്ത് ചെയ്യാറില്ല? ദുനിയാവിന്റെ വിഷയങ്ങൾ സംസാരിക്കാറില്ല. വഖുൽ ഇൻദ ഇൻതിബാഹിക മിനൻ നൗം, നീ ഉറക്കത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നീ പറയുക അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോഴുള്ള ദുആ നീ ചൊല്ലുക. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹില്ലദീ യുംസികുസ് സമാ അൻ തഖഅ അലൽ അർളി ഇല്ലാ ബിഇദ്നിഹി ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. ഖുർആനിൽ ഒരു ആയത്ത് ചേർത്തിട്ട് ചില ഹദീസുകൾ വന്നിട്ടുണ്ട്, അത് പറയുക എന്ന് പറഞ്ഞു. ثم قم الى الطهاره واركع سنه الفجر. നീ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞുള്ള കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് നീ വുദു എടുത്തിട്ട് ഫജ്റിന്റെ സുന്നത്ത് നിസ്കരിക്കുക. വഖ്റുജ് ഇലൽ മസ്ജിദി ഖാശിഅൻ, നീ ഖുശൂഅോട് കൂടി മസ്ജിദിലേക്ക് പോവുക. പിന്നെ അദ്ദേഹം ഒരു ദുആ കൊടുക്കുന്നുണ്ട്, അത് ദുർബലമാണ്, അതുകൊണ്ട് വായിക്കുന്നില്ല. വഖ്സുദി സ്വലാത്ത ഇലാ യമീനിൽ ഇമാം, ഇമാമിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നീ നിസ്കാരം നിർവഹിക്കുക. ഫൈദാ ഫറഗ്ത മിനസ് സ്വലാ, വലതുഭാഗത്തിന് ചില ഹദീസിൽ വന്നുള്ള ശ്രേഷ്ഠത, എന്നാൽ ഒരേപോലെയാണ് സുഫ് നിൽക്കേണ്ടത്. വലതുഭാഗത്ത് നേരത്തെ എത്താൻ പറ്റിയാൽ അത് ഖൈറാണ്. അങ്ങനെ നീ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞാൽ ഫഖുൽ, നീ പറയുക ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 മറات. ഈ ദിക്ർ എന്ത് ചെയ്യുക? 10 തവണ പറയുക. ثم سبح 10 واحمد 10 وكبر 10. നീ 10 തവണ സുബ്ഹാനല്ലാഹ്, 10 തവണ അൽഹംദുലില്ലാഹ്, 10 തവണ അല്ലാഹു അക്ബർ. അത് 33 തവണ പറയുന്നത് ചില ഹദീസുകളിൽ 10 തവണ എന്നും വന്നിട്ടുണ്ട്. വഖറ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. വസ്അലില്ലാഹി സുബ്ഹാനഹു ഖബൂലസ് സ്വലാ, അല്ലാഹുവിനോട് നിസ്കാരം സ്വീകരിക്കാൻ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പറയുക. ഫഇൻ സഹ്ഹ ലക ഫജ്ലിസ് ذاكرا الله تعالى إلى أن تطلع الشمس وترتفع. അങ്ങനെ നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, നിനക്ക് സാധിക്കുമെങ്കിൽ നീ അവിടെ ഇരിക്കുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവനായിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ. തുമ്മ സ്വല്ലി, എന്നിട്ട് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, സമയം കഴിഞ്ഞാൽ, ഉയർന്നു കഴിഞ്ഞാൽ നീ നിസ്കരിക്കുക. വതർക്കഉ മാ കുതിബ ലക്, നിനക്ക് കഴിയുന്ന, നിനക്ക് എത്രയാണ് സാധിക്കുക ചെയ്യുക. വഇൻ കാന 8 റകഅത്തിൻ ഫഹു ഹസൻ, 8 റകഅത്ത് ആണെങ്കിൽ അത് ഉത്തമമാണ്. കാരണം ദുഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 8 റകഅത്ത് നിസ്കരിച്ച് കാണാം. അതിൽ കൂടുതലും നിസ്കരിക്കാം, പക്ഷെ അത് നിസ്കരിച്ചാൽ അത് ഖൈറാണെന്ന് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള പിന്നെ ഭാഗങ്ങളുണ്ട്. നമുക്ക് അസ്ർ നിസ്കാരത്തിന് ശേഷം ചായ കുടിച്ചിട്ട് പിന്നെ 15 മിനിറ്റിനുള്ളിൽ നിസ്കാരത്തിന് ശേഷം സമയം കഴിഞ്ഞാൽ നമുക്ക് ആരംഭിക്കാം. അത് നമുക്ക് അവസാനിപ്പിക്കാവുന്നുള്ളൂ, കുറച്ചുകൂടി ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.